அபிராமியே தாலாட்டும் சாமியே நாம் தானே தெரியுமா? சிவகாமியே சிவனி நீயும் பாதியே அதுவும் உனக்கு புரியுமா? சுபலாலி லாலியே லாலி லாலியே அபிராமி லாலியே லாலி லாலியே அபிராமியே தாலாட்டும் சாமியே நாம் தானே தெரியுமா? உனக்கு புரியுமா? നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. എത്ര കാലം പരിചയമുണ്ട്, അല്ലെങ്കിൽ എത്ര കാലത്തെ സുഹൃത്തായിരുന്നു, എവിടെ വെച്ചാണ് പരിചയപ്പെട്ടത് എന്നൊന്നും എനിക്ക് പറയാൻ കഴിയാത്ത, ഓർമ്മയിലില്ലാത്ത ഒരു സുഹൃത്തുണ്ട്. സതീഷ് പൊതുവാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ സതീഷ് എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തും കൂടിയാണ്. രാഷ്ട്രീയപരമായി എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണെന്ന് തോന്നുന്നു. കൂടെ എനിക്കിട്ടൊരു കുത്തുന്ന പോലത്തെ പോസ്റ്റുകളിടും. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സതീഷിന് വയറ് നിറച്ച് മറുപടി അങ്ങോട്ട് ഇടും. അങ്ങനെ 2-3 മറുപടി ഇട്ടിട്ട് ഒന്നുകിൽ സതീഷ് പിൻവാങ്ങും, അല്ലെങ്കിൽ ഞാൻ പിൻവാങ്ങും. എന്നാലും എനിക്ക് സതീഷിനെ ഇഷ്ടമാണ്. സതീഷിൻ്റെ ഒരുപാട് കഥകൾ എനിക്കറിയാം, ഒരുപാട് കഥകൾ. ക്യാമറമാൻ വേണു പറഞ്ഞ, ചിത്രാഞ്ജലി സുധീർ പറഞ്ഞ, ഒരുപാട് സിനിമാക്കാർ പറഞ്ഞ കഥകളറിയാം. പറയാമോ എന്ന് എനിക്കറിയില്ല. ജീവിക്കാൻ പഠിക്കാത്തൊരു സുഹൃത്താണ് സതീഷ് എന്ന് ഞാൻ പറയും. ചിലപ്പോൾ സതീഷ് പറയും, ഞാൻ എന്താ ജീവിക്കാൻ പഠിക്കാത്ത സുഹൃത്തെന്ന് നിങ്ങൾ പറഞ്ഞത്? ഞാൻ നന്നായിട്ട് ജീവിക്കാൻ അറിയാവുന്ന സുഹൃത്ത് തന്നെയാണെന്ന് ചിലപ്പോൾ പറയും. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. എന്തായാലും സതീഷിന് മിടുക്കരായ 2 ആൺകുട്ടികളാണ്. അതിലൊരു ആൺകുട്ടിയാണ് എന്താ പറയുക, ഇപ്പോൾ വർത്തമാനകാല മലയാള സിനിമയിലെ ഏറ്റവും സൂപ്പർ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടർ ചിദംബരം. രണ്ടാമത്തെ മകനാണ് സത്യനന്ദിക്കാടിൻ്റെ വിനോദ യാത്രയിലൂടെ സിനിമയിലെത്തുകയും പ്രാഞ്ചിയേട്ടനിലൊക്കെ നമ്മളെ ജഗതി ശിവകുമാറിൻ്റെ മുന്നിലിരുന്ന് കാണിക്കുന്ന തമാശകളടക്കം ഒരുപാട് സിനിമകൾ ചെയ്ത ഗണപതി. അപ്പോൾ ചിദംബരവും ഗണപതി. ആദ്യം ഞാൻ ചിദംബരത്തിനെ കുറിച്ചൊരു കഥ പറയാം. 1996 കാലഘട്ടം. ഞാനിതിലിപ്പോൾ എന്താ പറയുക, മഞ്ഞമ്മൽ ബോയ്സിൻ്റെ സംവിധായകൻ്റെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും. കൊച്ചുകുട്ടി സഖാവ് ഇ.കെ. നയനാരാണ് അപ്പോൾ 96 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. തൊഴിൽ വകുപ്പ് മന്ത്രി നമ്മുടെ ബേബി ജോൺ സഖാവാണ്. അപ്പോൾ ഗിരിജ വല്ലഭ മേനോൻ എന്ന് പറഞ്ഞ ആൾ നിർമ്മിച്ച് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ലാബ് ചീഫായിരുന്ന സുധീർ ഡയറക്റ്റ് ചെയ്യുന്ന ബേബി ജോൺ സഖാവിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരിക്കുകയാണ്. കരിമണലിൻ്റെ മകൻ എന്നാണ് ആ ഡോക്യുമെൻ്ററിയുടെ പേര്. അപ്പോൾ ആ ഡോക്യുമെൻ്ററിയിൽ ബേബി ജോൺ സഖാവും ഇ.കെ. നയനാരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കുറേ ഷോട്ടുകൾ വഴുതക്കാട് സനാഡു എന്ന് പറഞ്ഞ മന്ദിരത്തിലാണ് അന്ന് ബേബി ജോൺ താമസിക്കുന്നത്, അവിടെ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ സതീഷ് പൊതുവാളാണ് സഹസംവിധായകൻ. സതീഷ് ടി വി ചന്ദ്രനടക്കം ഒരുപാട് പേരുടെ, കെ പി ശശിയുടെ അടക്കം ഒരുപാട് പേരുടെ സഹസംവിധായകനായിരുന്നു. അപ്പോൾ ബേബി ജോണിൻ്റെ ഔദ്യോഗിക വസതിയായ സനാഡുവിൽ ചിത്രീകരണം നടക്കുന്നു. അവർ തമ്മിൽ കുശലങ്ങൾ പറയുന്നതും നടക്കുന്നതും ഒക്കെ ആയ ഷോട്ടുകൾ എടുക്കുകയാണ് നയനാരുടെയും സഖാവ് ബേബി ജോണിൻ്റെയും. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് പറഞ്ഞു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ബ്രേക്ക് പറഞ്ഞു. ആ ബ്രേക്ക് പറഞ്ഞ സമയത്ത് സതീഷ് പൊതുവാൾ അദ്ദേഹത്തിൻ്റെ മകനെ കൂടി അന്ന് ലൊക്കേഷനിൽ കൊണ്ടുവന്നിരുന്നു. കാരണം അന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു. അപ്പം ഈ ചിദംബരം മാത്രമേ ഉള്ളൂ. ചിദംബരത്തിനെ കൂടെ ലൊക്കേഷനിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ ലഞ്ച് ബ്രേക്ക് സമയത്ത് സഖാവ് നയനാരുടെ അടുത്തേക്ക് മോനെയും കൂട്ടി സതീഷ് പൊതുവാൾ ചെന്നിട്ട് സതീഷ് പരിചയപ്പെടുത്തി, സഖാവേ ഇത് എൻ്റെ മോനാണ് എന്ന് പറഞ്ഞു. ആഹാ ഉഷാറാണല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ നർമ്മബോധത്തോടെ എന്താ പറയുക, മോൻ്റെ സതീഷിൻ്റെ മകൻ്റെ കവിളിൽ തട്ടി അദ്ദേഹം. അപ്പോൾ എന്നാ കുഞ്ഞിൻ്റെ പേരെന്നാ എന്ന് നയനാർ ചോദിച്ചു. അപ്പോൾ സതീഷിൻ്റെ മകൻ പറഞ്ഞു, ചിദംബരം. ചിദംബരം എന്ന് കേട്ടതും നയനാർ തല ഉയർത്തി സതീഷ് പൊതുവാളിനൊന്ന് നോക്കി.
നോക്കിയിട്ട് എടുത്ത വായിലെ ചോദിച്ചു, ആ കള്ളൻ്റെ പേരല്ലാണ്ട് നിനക്ക് മറ്റൊരു പേരും കിട്ടിയില്ലടോ എന്ന് ചോദിച്ചു. കേന്ദ്രമന്ത്രിയാണ് അന്ന് ചിദംബരം. ആ കള്ളൻ്റെ പേരല്ലാണ്ട് എനക്ക് മറ്റൊരു പേരും കിട്ടിയില്ലടോ എന്ന് ചോദിച്ചു. സെറ്റിലാകെ കൂട്ടച്ചിരിയായിരുന്നു. ഈ സമയത്ത് അതിൻ്റെ നിർമ്മാതാവായ ഗിരിജ ശ്രീവല്ലഭൻ എടുത്ത സ്റ്റില്ലാണ് നിങ്ങൾ ഇതിൽ കണ്ടത്. എത്ര കൊച്ചുകുട്ടി, ആ കുട്ടിയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കളക്ഷൻ ഹിറ്റായ, കളക്ഷനെ ഉപേക്ഷിച്ചാൽ പോലും അത് നിർമ്മാതാക്കൾ കളക്ഷൻ നോക്കിയോട്ടെ, പക്ഷേ മനോഹരമായ, എവിടെയും ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞ് നമുക്ക് അഭിമാനത്തോടെ കൊണ്ട് കാണിക്കാവുന്ന ഒരു സിനിമ മഞ്ഞുമൽ ബോയ്സ് ചിത്രീകരിച്ച സംവിധായകൻ. പറവ ഫിലിംസ്, പറവ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സൗബിൻ ഷാഹിർ ഡയറക്റ്റ് ചെയ്ത പടമുണ്ടെന്ന് തോന്നുന്നു. അതാണ് ബാനർ. പറവ ഫിലിംസിൻ്റെ ബാനറിൽ ബാബു ഷാഹിർ, അതായത് സൗബിൻ്റെ അച്ഛനും സൗബീനും ഷോൺ ആൻ്റണിയും എന്ന് പറഞ്ഞ 3 പേര് ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എന്നെ ഈ പടത്തിനെക്കുറിച്ച് ഞാനിങ്ങനെ ഒരു സ്റ്റോറി ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ മലയാളത്തിലെ ഒരു പ്രശസ്തരായ സംവിധായകൻ ഇങ്ങനെ സംസാരത്തിനിടെ എൻ്റെ പറഞ്ഞിടോ, ഇതുപോലൊരു സിനിമ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതോടെ സിനിമ അവസാനിപ്പിക്കായിരുന്നു അല്ലടോ. ഞാൻ പറഞ്ഞു അതൊന്നും വേണമെന്നില്ല, ഇതിൻ്റെ തിരുവനന്തപുരത്തെ കളക്ഷൻ മാത്രം എനിക്ക് തന്നാൽ മതി, ഞാൻ പിന്നെ പൂർണ്ണമായും സിനിമയും യൂട്യൂബും എല്ലാം അവസാനിപ്പിക്കും, സ്വസ്ഥമായിട്ട് ഫിക്സഡ് ഇട്ടിട്ട് വീട്ടിലിരുന്ന് ആഹാരം കഴിച്ചതേ എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിദംബരത്തിനെ ആദ്യം എൻ്റെ സുഹൃത്തിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് കൂടി ചേർത്ത് ഒരു പ്രത്യേക അഭിനന്ദനം. ഷൈജു ഖാലിദാണ് ക്യാമറാമാൻ. എനിക്ക് ആ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ, തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്, ഈ പഴയ ജനറേഷനിലെല്ലാം ഇനി ഇങ്ങ് മാറി കൊടുക്കണമെന്നേ. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു മനോഹര പടം വന്നല്ലോ, അതിൻ്റെ പിന്നാലെ പ്രേമലു വന്നു, അതിൻ്റെ പിന്നാലെ ഇത് വന്നു, അന്വേഷിപ്പും കണ്ടെത്തു വന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ വരുമ്പോൾ പുതിയ ജനറേഷനെ അങ്ങ് സിനിമ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് മഞ്ഞുമൽ ബോയ്സ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നി. ഇതിൻ്റെ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി എന്ന് പറഞ്ഞ ഒരാളാണ്. പെരുമ്പാവൂരിൽ ഏതൊരു പ്ലൈവുഡ് ഫാക്ടറി, അതുപോലെ ഏതൊരു ഫാക്ടറി, ഒരു ഉയർന്ന കുന്നിൻ്റെ മേളിലുള്ള ഒരു ഫാക്ടറി എടുത്തിട്ട് അവിടെ 4.5 കോടി രൂപ എന്തോ ചിലവാക്കിയാണ് ഈ സിനിമയുടെ സെറ്റ് ഇട്ടതെന്ന് പറയുന്നു. ഒരു 1.5 സെറ്റെന്ന് ഞാൻ പറയും. ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഈ സൗബിൻ ഇറങ്ങി ശ്രീനാഥ് ബാസിയെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഷോട്ടുകളെക്കുറിച്ചൊക്കെ എൻ്റെ ഭാര്യ സിന്ധു എന്നോട് ചോദിച്ചു ചില സംശയങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും സിന്ധുവിന് മനസ്സിലാവില്ല. 2 പാറകൾക്കിടയിലൂടെ ഇയാളെ എങ്ങനെ കൊണ്ടുപോകണത്, എങ്ങനെ ഷൂട്ട് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ വശം ഫ്രീ ആണല്ലോ, ഇവിടെയാണ് ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും സിന്ധുവിന് മനസ്സിലാവില്ല. പക്ഷേ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് എന്താ പറയുക ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന് ഈ പറയുന്ന എന്താ പറയുക അജയൻ ചാലിശ്ശേരി എന്ന് പറഞ്ഞ മിടുക്കനായ കലാസംവിധായകൻ. ഇപ്പോൾ പ്രമേയത്തിൻ്റെ ക്യാമറ ആർട്ടിനെയും കുറിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ നല്ല നല്ല ആർട്ട് ഡയറക്ടർമാർ പുതിയ ജനറേഷനിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ എനിക്കൊരുപാട് സന്തോഷം നൽകുന്നു. സുഷിൻ ശ്യാമാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്, എഡിറ്റർ വിവേക് ഹർഷൻ, ക്യാമറ ഷൈജു ഖാലിദ്. ഷൈജു ഖാലിദിനെ പറ്റി പറയുകയാണെങ്കിൽ അയാളുടെ അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മറിമായം എന്ന് പറഞ്ഞ മനോഹരമായ മനോരമയിൽ വരുന്ന എന്താ പറയുക ആനുകാലിക പ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നർമ്മ പ്രോഗ്രാമാണല്ലോ, അതിലെ ഒരു പ്രധാന വേഷം ചെയ്തിരുന്ന ആളാണ് ഈ പറയുന്ന ഷൈജു ഖാലിദിൻ്റെ അച്ഛൻ ഖാലിദ്. മേക്കപ്പ് ചെയ്തിരിക്കുന്നത് റോണക് സേവ്യറാണ്. കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഗണപതി. അപ്പോൾ ഈ ഗണപതിയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന പോലെ, നമ്മളെ ആൽത്തറ ബൈജുവിനെ പോലെ തുടക്കത്തിലെ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന വേഷങ്ങൾ കിട്ടുകയും അത് മനോഹരമായി ചെയ്തതുകൊണ്ട് ഗണപതിക്ക് പിന്നെ കിട്ടിയ വേഷങ്ങളെല്ലാം അങ്ങനെ. അതാണല്ലോ പ്രാഞ്ചിയേട്ടനിലൊക്കെ സംഭവിച്ചത്. പക്ഷെ മനോഹരമായി അയാൾ വീണ്ടും വീണ്ടും അത്തരം വേഷങ്ങൾ വരത്തക്ക രീതിയിൽ അയാൾ നന്നായിട്ട് ചെയ്തു. എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം ഗണപതിയോട് തോന്നിയതാണ് ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ജ്യേഷ്ഠൻ്റെ പടമാണെങ്കിൽ പോലും ഒരു കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് ഗണപതി എത്ര കൃത്യമായി ഇതിലെ ക്യാരക്ടറുകൾക്ക് പറ്റിയ ആളുകളെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ കൊടൈക്കനാൽ ചെന്നിറങ്ങുമ്പോൾ അവിടെ ഒരു തമിഴൻ കടയിട്ടിട്ടുണ്ട്, പെട്ടിക്കട പോലെ ഒരു സാധനം. അർമുഖം എന്നാണ് ക്യാരക്ടറുടെ പേര്. അത് ജോർജ് മാരിയൻ എന്ന് പറഞ്ഞ ആളാണ് ചെയ്തിരിക്കുന്നത്. എന്ത് കൃത്യമാണ്, തമിഴൻ അണ്ണാച്ചി എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ രാമേന്ദ്രൻ ദൊരൈരാജ് എന്ന് പറഞ്ഞ ആൾ ഡൊമിനിക് എന്ന് പറഞ്ഞ തമിഴനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും സമ്മതിക്കണം, കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഗണപതിയുടെ മിടുക്ക്. നമ്മുടെ സിനിമകൾ ചെയ്യുന്നവർ ഗണപതിമാരെ കാസ്റ്റിംഗ് ഡയറക്ടറാക്കിയാൽ ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് മഞ്ഞുമൽ ബോയ്സ് കണ്ടോട്ടപ്പോൾ എനിക്ക് തോന്നി.
ചിദംബരം ആദ്യമായി സംവിധാനം ചെയ്തത് ജാനേമൻ എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. അതൊരു നർമ്മഭാഷണത്തിലുള്ളൊരു സിനിമയായിരുന്നു. 2023 ജനുവരിയിൽ കൊടൈക്കനാലിലായിരുന്നു ചിത്രീകരിച്ചത്. 101 ദിവസം ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരുമ്പാവൂരിലെ ഒരു വലിയ ഫാക്ടറിയിൽ സെറ്റിട്ടാണ് ബാക്കി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ എനിക്ക് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആരൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ഇവരുടെയൊക്കെ പേരെന്താണെന്ന് എനിക്ക് പലരെയും പേരെനിക്കറിയില്ലായിരുന്നു. നമ്മുടെ സിദ്ദിഖ് ലാലിൻ്റെ മകനെ പോലും എനിക്കതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ 11 പേരും കൂടെ ഉള്ള ബഹളത്തിനിടയിൽ ജീനിനെ എനിക്ക് മനസ്സിലായില്ല. വീട്ടിൽ വന്നിട്ട് ഇത് ആരൊക്കെയാണ് അഭിനയിച്ചതെന്ന് നോക്കിയപ്പോഴാണ് ഇവരൊക്കെ ആണോ എന്ന് എനിക്ക് തോന്നി. ശ്രീനാഥ് മാസിയെ മാത്രമേ എനിക്ക് അറിയാവൂ. രസം എന്താണെന്ന് ചോദിച്ചാൽ ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ മിടുക്കനായ സംവിധായകനാണ് ഇതിൽ പ്രസാദ് എന്ന് പറഞ്ഞ ഡ്രൈവറുടെ വേഷം ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അയാൾ അഭിനയിക്കുകയാണെന്ന് തോന്നിയില്ല ഖാലിദ്. എന്ത് രസമായിട്ട് ആ ഡ്രൈവറുടെ വേഷം, പ്രസാദിൻ്റെ വേഷം അദ്ദേഹം ചെയ്തിരിക്കുന്നു. സൗബിൻ ഷാഹിറാണ് കുട്ടനായിട്ട്, നിർമ്മാതാവ് തന്നെ കുട്ടനായി എന്നുള്ളതാണ്. ജീൻ പോൾ ലാലാണ് ഷിജു ജോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത്. ഗണപതിയാണ് കണ്ണൻ എന്നുള്ള റോൾ ചെയ്തത്. ശ്രീനാഥ് ഭാസിയാണ് ആ കുഴിക്കകത്തേക്ക് വീഴുന്ന സുഭാഷ്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് സലീം കുമാറിൻ്റെ മകനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു പയ്യൻ ഇങ്ങനെ ഒരു ഉൾവലിഞ്ഞ് നടക്കുന്ന, വേണമെങ്കിൽ ഒരു അല്പം മന്ദബുദ്ധിതനം ഉണ്ടെന്ന് തോന്നാവുന്ന, എന്നാലും അവൻ അവസാനം ഇതിൻ്റെ ക്ലൈമാക്സോട് എത്തുമ്പോൾ ഈ പാറയുടെ ഇടയിൽ കയർ കുരുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ അവിടെ മോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എനിക്ക് തോന്നി, ഭഗവാൻ ഇവൻ ഇനിയിപ്പോൾ താഴെ പോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്മൾ സിനിമ 10-35 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നെങ്കിൽ ഞാൻ അതൊക്കെ മറന്നുപോയി. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറുക്കന് കാല് തെറ്റി താഴെ വീഴുമോ എന്നായിരുന്നു എൻ്റെ സംശയം. പിന്നീടാണ് ഞാൻ അറിയുന്നത് സലീം കുമാറിൻ്റെ മകനാണ് ചന്തു. MA എന്തോ കഴിഞ്ഞു, LLB ഒക്കെ കഴിഞ്ഞ അയാളാണ് അഭിലാഷ് എന്ന് പറഞ്ഞ വേഷം ചെയ്തത്. ബാലു വർഗീസാണ് ഡിക്സൺ ജോൺ എന്ന് പറഞ്ഞ വേഷം ചെയ്തത്. ബാലു വരുന്ന എല്ലാ പടങ്ങളിലും എനർജറ്റിക്കാണ് അയാൾ. ചിരിച്ച് കളിച്ച് അർമാദിക്കാനുള്ള ഒരു വേഷം ഉണ്ടെങ്കിൽ ബാലുവിന് കൊടുത്താൽ മതി. അബ്രഹാം രാധാകൃഷ്ണനാണ് അനിലായത്. അരുൺകുമാറാണ് സുജിത്തായത്. ദീപക് പറമ്പേൽ സുധീഷായി. ഷെബിൻ ബെൻസൺ മെജോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു. വിഷ്ണു രഘു എന്ന് പറഞ്ഞ ആളാണ് ജിൻസനായത്. എന്തായാലും അതിലെ കതിരേശൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ, കതിരേശൻ ചെയ്തു, നന്നായിട്ട് ചെയ്തു. അതിലെ പൂജ മോഹൻരാജ് എന്ന് പറഞ്ഞാൽ ആ കടയിൽ കച്ചവടം നടത്തുന്ന തമിഴ്ത്തി പെണ്ണ്. ഗണപതിയുടെ കാസ്റ്റിംഗ് എന്ത് പറഞ്ഞാലും ശരി മനോഹരമായി ചെയ്തു എന്ന് ഞാൻ പറയും. മനിതർ ഉണർന്ന് കേൾക്കുക, ഇത് മനിതനിൻ കാതലല്ല എന്ന് പറയുന്ന കമലഹാസൻ്റെ ശബ്ദം. സുഭാഷിണിയും കൊണ്ട് കുട്ടൻ കയറിൽ തൂങ്ങി വരുമ്പോൾ കമലഹാസൻ്റെ ഈ വാക്കുകളാണ് നമ്മുടെ മനസ്സിനെ പിടിച്ചു ഒലയ്ക്കുന്നത്. ഗുണ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ഗുണ കേവിലാണ് കൊടൈക്കനാലിൽ ഈ സിനിമ ചിത്രീകരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഗുണ എന്ന് പറഞ്ഞ സിനിമ സിബിമലയിലായിരുന്നു സംവിധാനം ചെയ്യാനിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടോ എവിടെ വെച്ചോ എന്താ പറയുക, സിബിമലയിലൊരു സംശയം തോന്നി. ഈ സിനിമ കമൽഹാസൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയായി മാറുമോ എന്ന് തോന്നി. തമിഴിൽ ഭരതൻ ശിവാജി ഗണേശനെയും കമൽഹാസനെയും വെച്ചൊരു പടം ചെയ്തു. പകുതിയായപ്പം ഭരതൻ ഇട്ടിട്ട് പോയി. അതുപോലെ ഞാനും ഇട്ടിട്ട് പോകേണ്ടി വരുമോ എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം സിബിമലയിൽ ആ പടത്തിൽ നിന്ന് മാറി. സിബിമലയിൽ ആ പടത്തിൽ എത്തുന്നത് സാബ് ജോൺ എന്ന് പറഞ്ഞ ചാണക്യനൊക്കെ എഴുതിയ സാബ് ജോണാണ് ഗുണയുടെ തിരക്കഥാകൃത്ത്. ഒരുപാട് കാലം രാജ്കമൽ ഇൻ്റർനാഷണലിൻ്റെ നിർമ്മിക്കുന്ന സിനിമകളുടെയൊക്കെ കേരളത്തിലെ വിതരണാവകാശമൊക്കെ സാബ് ജോണിനായിരുന്നു. പക്ഷേ എവിടെയോ വെച്ച് സാബ് ജോണിന് ചുവടുകൾ പിഴയ്ക്കുകയും അദ്ദേഹം എവിടെ ഉണ്ട് എന്ന് പോലും അറിയാതെ വിസ്മൃതിയിലായി പോവുകയും ചെയ്തു. ഇപ്പം മദ്രാസിൽ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ക്യാമറ ചെയ്തത് നമ്മുടെ മലയാളത്തിൻ്റെ എനർജറ്റിക്കായ ക്യാമറമാൻ വേണുവാണ്. VT വിജയനാണ് എഡിറ്റിങ്. ഇളയരാജയാണ് സംഗീതമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം ഗുണയിലെ പാട്ടുകൾ അറിയാം. വഴിവെട്ടി താഴെ പോയിട്ടാണ് ആ സിനിമ ചിത്രീകരിച്ചത്. 2.5 മണിക്കൂർ വേണം. വേണു പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി. കാരണം രാവിലെ ചെന്നാൽ 2.5 മണിക്കൂർ സമയം വേണം ഈ ക്യാമറ അടക്കമുള്ള ലൈറ്റ് അടക്കമുള്ള യൂണിറ്റുകൾ താഴെ എത്താൻ, ഈ ഗുണ കേവിലെത്താൻ. സാങ്കേതിക വിദ്യ അന്ന് ഇതുപോലെ ഇപ്പോഴത്തെ പോലെ റോപ്പൊന്നും നമുക്ക് മായ്ച്ചു കളയാവുന്ന സംവിധാനങ്ങൾ അന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുഹയ്ക്കകത്തുള്ള നിർണായകമായ പല ഷോട്ടുകളും കാണിക്കാൻ ലിമിറ്റേഷൻ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വേണു പറയുന്നു. ഗുണ ചിത്രീകരിക്കുന്നവരെ ഈ ഗുഹയെ പറഞ്ഞിരുന്നത്, അഗാധ ഗർത്തത്തെ പറഞ്ഞിരുന്നത് ഡെവിൾ കിച്ചൻ എന്നായിരുന്നു, പ്രേതത്തിൻ്റെ അടുക്കള. പിന്നെ ഗുണ ചിത്രീകരിച്ച ശേഷമാണ് അത് ഗുണ കേവായി മാറിയത്. 1991 നവംബർ 5-ാം തീയതിയാണ് ഗുണ റിലീസ് ചെയ്തത്. 33 വർഷമായി. അപ്പോൾ 33 വർഷം മുമ്പ് ചെയ്ത ഗുണയുടെ ആ ഗുണ കേവിനെ വെച്ചിട്ട്, മഞ്ഞുമലിൽ നിന്ന് പോയ 11 സുഹൃത്തുക്കളുടെ ജീവിതകഥ വച്ചിട്ട് മനോഹരമായൊരു സിനിമ ചെയ്യാമെന്ന് ചിന്തയിൽ കുറിച്ചെടുത്ത ചിദംബരത്തിനെ എന്തായാലും അഭിനന്ദിക്കണം.
1991 ഗുണയുടെ ഷൂട്ടിംഗ്, 33 വർഷം മുമ്പ്. കമൽഹാസൻ തന്നെയാണ് ഈ ഗുണ കേവ് കണ്ടുപിടിച്ചത്. സന്താന ഭാരതിയായിരുന്നു സംവിധാനം, വേണു ക്യാമറ, നിർമ്മാതാവ് അലമേലു സുബ്രഹ്മണ്യം, പിന്നെ കമൽ. ഇത്രയും പേര് ചേർന്ന് 5 പേരും കൂടെ ചേർന്ന് ഡബിൾ കിച്ചൺ കാണാൻ പോയി, ഈ ഗുഹ കാണാൻ പോയി. സന്താന ഭാരതിക്ക് താഴേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. തല കറങ്ങി അദ്ദേഹം അവിടെ ഇരുന്നു. ഇവിടെ ഷൂട്ടിംഗ് വേണ്ട എന്ന് സന്താന ഭാരതി തീർത്തും പറഞ്ഞു. കമൽ വേണുവിനോട് ചോദിച്ചു, ഇവിടെ നടക്കില്ലേ ഷൂട്ടിംഗ് എന്ന് ചോദിച്ചു. ഇമ്പോസിബിളൊന്നുമല്ല, പോസിബിളാണ്. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ യൂണിറ്റിലുള്ള ആൾക്കാർക്കൊക്കെ ബാറ്റയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് പറയുകയും എല്ലാവർക്കും ഡബിൾ ബാറ്റ നൽകാമെന്ന് കമൽ സമ്മതിക്കുന്നു. സിനിമയിൽ സുഭാഷ് കിടക്കുന്ന സ്ഥലം ഏറ്റവും ബുദ്ധിമുട്ടുള്ള വഴിയാണ്. വഴിയിലൊക്കെ കയറടിച്ച് ഇറങ്ങാൻ ഏണിയൊക്കെ ഉണ്ടാക്കി, കയറേണിയൊക്കെ ഉണ്ടാക്കി, അതിൽ കൂടെ പിടിച്ച് ഈ ലൈറ്റും കൊണ്ട് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതൊന്നും ആ റിസ്കിൽ പോയി എടുത്ത ഷോട്ടുകളൊന്നും ഗുണയിൽ അതുപോലെ ആ റിസ്കിൽ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വേണു പറയുന്നത്. കാരണം അന്നത്തെ കാലത്ത് അത്രയും 91 പറയുമ്പോൾ അത്രയും ടെക്നിക്കൽ പുരോഗതി നമ്മുടെ സിനിമയിൽ വന്നിട്ടുള്ളൂ. 3 മണിക്കൂർ വേണം സാധനങ്ങൾ താഴെ എത്തിക്കാൻ, ക്രൂ എത്താനും 3 മണിക്കൂർ വേണം. 10 ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു ഗുണയിൽ ഈ പറഞ്ഞ ഡബിൾ കിച്ചണിൽ ഷൂട്ട് ചെയ്തത്. താഴെ എത്തുമ്പോൾ ഏതാണ്ട് ഒരു 12 മണിയാവും. ഒരു 3 മണിക്കൂർ ഷൂട്ടിംഗ് നടക്കും. അത് കഴിയുമ്പോൾ തിരിച്ച് കയറണം, കാരണം സന്ധിക്കുമ്പോൾ മുകളിലെത്തണ്ടേ. അത്രയും റിസ്ക് എടുത്താണ് അത് ചിത്രീകരിച്ചത്. ചെമ്പക നാടാർ എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെ അകത്ത് വീണ് മരിച്ചിരുന്നു. 3 ദിവസം കഴിഞ്ഞാണ് ബോഡി കിട്ടിയത്. 1956 ചെമ്പക നാടാർ. കേവിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് ചെമ്പക നാടാറുടെ ഗ്രേവ് ഉണ്ട്. ഇപ്പോൾ ആളുകൾ പോകുന്നതിന് മുമ്പ് നാടാർക്ക് വിളക്ക് കത്തിക്കും എന്ന് പറയുന്നു. ചെമ്പക നാടാർ പ്രസൻറ്റ് ടൈമിൽ ദൈവപുത്രനായി മാറി എന്നുള്ളതാണ് സത്യം. ഒരു ദൈവത്തിൻ്റെ പിറവിയായി ആളുകൾ കാണുന്നു. കാരണം വേണു തന്നെ പറയുന്നു, ഈ കേവിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് യൂണിറ്റിലുള്ള ആരോ ഒരാളുണ്ടെന്ന് ഒരു ദിവസം പൂ വെച്ചു, പിറ്റേ ദിവസം 2 പേര് വെച്ചു. അങ്ങനെ ഷൂട്ടിംഗ് തീരാറായപ്പോഴേക്കും പൂവുകൾ കൊണ്ടുവന്ന് രാവിലെ അർച്ചന പോലെ നടത്തുകയും വിളക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ചെമ്പക നാടാരെ പറ്റി, മഞ്ഞുമൽ ബോയ്സിൽ പരാമർശിക്കാത്തതിനെ പറ്റി കമൽഹാസൻ മഞ്ഞുമൽ ടീമിനോട് സൂചിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു. എന്താ നിങ്ങൾ അയാളെ, നമ്മുടെ ഈ ചെമ്പക നാടാർ ഇങ്ങനെ വീണ് മരിച്ച ആ മനുഷ്യനെ എന്തുകൊണ്ട് നിങ്ങളുടെ സിനിമയിൽ മെൻഷൻ ചെയ്തില്ല എന്ന് ചോദിച്ചു എന്ന് പറയുന്നു. കമൽഹാസൻ ഒരു സിനിമാ ക്രൂവിനെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്നാണ് അന്ന് മദ്രാശിയിലെ സിനിമാക്കാരൊക്കെ സംസാരിച്ചത്. ദീപാവലി നാളിൽ വന്നിട്ടും അക്കാലത്ത് ഗുണ വിജയമായില്ല. ദീപാവലിക്കാണ് ഗുണ റിലീസായത്, പക്ഷേ വിജയമായില്ല. കാരണം മറുവശത്ത് മത്സരിക്കാൻ വന്നത് മണിരത്നം സംവിധാനം ചെയ്ത, രജനീകാന്തും മമ്മൂട്ടിയും മത്സരിച്ച് അഭിനയിച്ച ദളപതിയായിരുന്നു. അന്ന് 3 കോടി രൂപ ചെലവിട്ട ചിത്രമാണ് ദളപതി. അതുകൊണ്ട് തന്നെ ഗുണ വിചാരിച്ച തിയേറ്റർ കളക്ഷൻ ഉണ്ടാക്കിയില്ല. പക്ഷേ ഇതാ 10-35 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇതാ ഗുണയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു, അതിലെ പാട്ടിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതിനെ ആസ്പദമാക്കി ഇതാ സിനിമയും വന്നിരിക്കുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഗുണ എന്ന് പറഞ്ഞ പടം വീണ്ടും മദ്രാസിൽ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും സ്വാധീനമാണ് തമിഴക സിനിമയിൽ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കമൽഹാസനായിരുന്നല്ലോ ഗുണയായിട്ട് അഭിനയിച്ചത്. അദ്ദേഹത്തിൻ്റെ മകളായിട്ട് അഭിനയിച്ച അഭിരാമി എന്നുള്ള ക്യാരക്ടർ ചെയ്തത് റോഷ്നി എന്ന് പറഞ്ഞ നടിയായിരുന്നു. പിന്നെ രേഖയുണ്ടായിരുന്നു, ജനകരാജ് ഉണ്ടായിരുന്നു, SP ബാലസുബ്രഹ്മണ്യം ഒരു CBI ഓഫീസറായിട്ട് ഉണ്ടായിരുന്നു, പിന്നെ അജയ് രത്നം, ശരത് സക്സേന, പ്രദീപ് ശക്തി, ഗിരീഷ് കർണാട് തുടങ്ങി ഒരുപാട് പേര് അഭിനയിച്ച സിനിമയായിരുന്നു. പക്ഷേ വിചാരിച്ച വിജയം ഉണ്ടായില്ല. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റേതായ ഒരു പേഴ്സണൽ കാര്യം പറയാനുണ്ട്. എനിക്കെന്തോ കമൽഹാസൻ അഭിനയിച്ച ഗുണയും ആ അഭിരാമിയുമായിട്ടുള്ള ആത്മബന്ധം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ ഹോണ്ട് ചെയ്ത കാലമായിരുന്നു അന്ന് പടം കാണുമ്പോൾ. ഞാൻ വിവാഹമൊക്കെ കഴിച്ച് സിന്ധു ഗർഭിണിയായി. അപ്പോൾ അന്ന് മെഡിക്കൽ കോളേജിലെ പ്രശസ്തയായ ഗൈനക്കോളജിസ്റ്റ് ശാന്തമ്മ മാത്യു ആണ് സിന്ധുവിനെ പരിശോധിക്കുന്നത്. അവരുടെ സ്വകാര്യ ആശുപത്രിയിലാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ. അങ്ങനെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒന്ന് സ്കാൻ ചെയ്യണം. ഞാൻ ആയിക്കോട്ടെ. സ്കാൻ ചെയ്ത ശേഷം അവരെന്നോട് ചോദിച്ചു, താങ്കൾക്ക് മോൻ വേണോ മോൾ വേണോ എന്ന് ചോദിച്ചു. ഞാൻ ആരായാലും മതി. കാരണം കുറേ കാലം ഞങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടിയ കുട്ടിയാണ്. അല്ല പറയൂ, എന്നാൽ ആഗ്രഹം എന്താ? ഞാൻ പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടിയാണ് ഇഷ്ടം. അതെന്താ? ഞാൻ പറഞ്ഞു, ഞാനും എനിക്കൊരു അനിയനുമാണുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയാണ് എനിക്കിഷ്ടം. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, പെൺകുട്ടിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ കുട്ടിക്ക് അഭിരാമി എന്ന് പേരിടാൻ തീരുമാനിച്ചു, ഈ ഗുണയിലെ നായിക കുട്ടിയുടെ പേര്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്.
ഞാൻ സിന്ധുവിനോട് പറഞ്ഞു നമുക്ക് മോക്ക് അഭിരാമി എന്ന് പേരിടാം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പ്രസവത്തിന് കുറച്ച് ദിവസം മുമ്പ് വീണ്ടും അവർ പറഞ്ഞു ഒന്നുകൂടി സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തപ്പോൾ അല്പം എന്തോ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒന്നുകൂടെ സ്കാൻ ചെയ്തു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം എൻ്റെ പറഞ്ഞു സോറി കേട്ടോ, മോളല്ല മോനാണ് കേട്ടോ. അപ്പോൾ അഭിരാമി എന്നുള്ള പേര് അവിടെ അവസാനിച്ചു. അക്കാലത്ത് എനിക്ക് ഫോണോ സ്കൂട്ടറോ കാറോ ഒന്നുമില്ല. എൻ്റെ ഒരു ഓഫീസ് എന്ന് പറയുന്നത് VTRAX ആണ്. അപ്പോൾ VTRAX സ്റ്റുഡിയോയിലാണ് എന്നെ കാണാൻ വരുന്നത്. എനിക്ക് എന്തെങ്കിലും പാഴ്സലോ കവറുകളൊക്കെ വന്നാൽ കൊണ്ടു കൊടുക്കുന്നതൊക്കെ അവിടെയാണ്. ഞാൻ VTRAXിൽ ഇങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന തങ്കപ്പണ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ്. തിരുവനന്തപുരത്തുള്ള സിനിമാക്കാർക്ക് എല്ലാവർക്കും അറിയാം തങ്കപ്പണ്ണനെ. അപ്പോൾ തങ്കപ്പണ്ണൻ വൈകി കല്യാണം കഴിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുട്ടി. എന്നോട് പറഞ്ഞു എൻ്റെ മോക്കൊരു പേര് പറഞ്ഞു തന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞു. എൻ്റെ മകൾക്ക് ഇടാനിരുന്ന പേരാണ്. തങ്കപ്പണ്ണ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ മകൾക്ക് അഭിരാമി എന്ന് പേരിടൂ. അങ്ങനെ VTRAXിലെ തങ്കപ്പണ്ണൻ്റെ മകളുടെ പേര് അഭിരാമി എന്നാണ്. ഗുണ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എനിക്കിതൊക്കെയാണ് ഓർമ്മ വരുന്നത്. മലയാളത്തിൽ ഏറ്റവും വേഗം 100 കോടി ക്ലബിലെത്തിയ ചിത്രം എന്നുള്ള പദവി ഇപ്പോൾ, അല്ലെങ്കിൽ ആ റെക്കോർഡ് ഇപ്പോൾ നേടിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സാണ്. 2006 എറണാകുളം മഞ്ഞുമലിലെ 11 അംഗ ടീം കൊടൈക്കനാലിൽ ടൂർ പോകുന്നു. ഡെവിൾ കിച്ചൺ എന്ന് അറിയപ്പെടുന്ന ഈ അപകടം പിടിച്ച ഗുഹയിൽ കമൽഹാസൻ നായകനായി സന്താന ഭാരതി സംവിധാനം ചെയ്ത ഗുണ ചിത്രീകരിച്ചതോടെ ഗുണ കേവ് എന്ന പേരായല്ലോ. 80 അടി താഴ്ചയുള്ള ഗുഹയിലേക്ക് സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ വീഴുകയും സഹായത്തിനായി അതിനകത്ത് കിടന്നുകൊണ്ട് കരയുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. വിവരം പോലീസിനെ അറിയിച്ചു. ഡെവിൾ കിച്ചൺ എന്ന് കേട്ടപ്പോൾ തന്നെ തമിഴൻ പോലീസുകാരന്മാരുടെ ഗ്യാസ് പോയി. 1821 ബ്രിട്ടീഷുകാരാണ് ഈ ഡെവിൾ കിച്ചൺ എന്ന് പറഞ്ഞ ഗുഹ കണ്ടെത്തിയത്. പോലീസ് എത്തി, ഫയർഫോഴ്സ് എത്തി, വനം വകുപ്പ് എത്തി. അഗാധമായ ഗുഹയിലെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നതല്ലാതെ ഇവർക്കൊന്നും ചെയ്യാനായില്ല. ഉള്ളിൽ നിന്നുള്ള സുഹൃത്തിൻ്റെ രോദനത്തിനൊടുവിൽ ഷിജു ഡേവിഡ് എന്ന കുട്ടൻ ഇറങ്ങാൻ തയ്യാറായി. 50 അടിയിലേക്ക് ഇറങ്ങാനുള്ള കയറേ ഫയർഫോഴ്സിൻ്റെ കയ്യിലുള്ളൂ. കയർ സുഭാഷ് വീണ് കിടക്കുന്നത് വരെ എത്തുമോ എന്ന് പോലും അറിയില്ല. 2006 നടന്ന ഈ സംഭവം തമിഴ്നാട്ടിൽ വലിയ വാർത്തയൊന്നും ആയില്ല. അതിക്രമിച്ച് ഈ പറയുന്ന ഡെവിൾ കിച്ചണിലേക്ക് കടന്നതിൻ്റെ പേരിൽ ഇവിടുന്ന് മഞ്ഞുമലിൽ നിന്ന് പോയവർക്ക് 2500 രൂപയുടെ ഫൈൻ അടിച്ച് ഫയർഫോഴ്സും വനം വകുപ്പ് ആ കേസ് ഫയൽ ക്ലോസ് ചെയ്തു. ഗുണയിലെ നായകൻ കമൽഹാസനും സംവിധായകൻ സന്താന ഭാരതിയും മഞ്ഞുമൽ ടീമിനെ ചെന്നൈയിലേക്ക് വിളിച്ച് അഭിനന്ദിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനകരമായ മുഹൂർത്തമാണെന്ന് ഞാൻ പറയും. മഞ്ഞുമൽ ബോയ്സ് തനിക്ക് വളരെ ഇഷ്ടമായെന്നും അത് സിനിമയിൽ തൻ്റെ പേര് പറഞ്ഞതുകൊണ്ടല്ല എന്നും കൺമണി അൻപോട് എന്നുള്ള പാട്ട് സിനിമയിൽ ഉപയോഗിച്ചതിൽ അതിലും എനിക്ക് വലിയ ഇഷ്ടമായെന്നും കമൽഹാസൻ ഈ ക്രൂവിനോട് പറഞ്ഞു എന്ന് പറയുന്നു. കാതൽ സൗഹൃദത്തിനും ചേരുമെന്നും മൊഹബത്ത് എന്ന വാക്ക് സുഹൃത്ത് ബന്ധത്തിന് ഉപയോഗിക്കാമെന്നും ഒക്കെ കമൽ ഈ ചെറുപ്പക്കാരായ ക്രൂവിനോട് പറഞ്ഞു തോന്നുന്നു. കാരണം കമൽ ഏറെക്കുറെ ഇവരുടെ അതേ ചിന്താഗതിയിൽ ജീവിക്കുകയാണ് ഇത്രയും വയസ്സൊക്കെ ആയെങ്കിലും. നിങ്ങളുടെ വർക്ക് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു, നിങ്ങളും ആ സിനിമയുടെ ഷൂട്ടിംഗ് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കമൽ ചോദിച്ചു. എനിക്കെന്തായാലും നിങ്ങൾ ആ വർക്ക് നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് കമൽ പറഞ്ഞത്. ആ ഗുഹയിലെ പാറകൾക്ക് അധികം പ്രായമില്ല, അതിലൊരുപാട് അപകടമുണ്ട്, റോക്ക് ക്ലൈമ്പിങ്ങിന് പറ്റിയ പാറയല്ല എന്നൊക്കെ വിശദമായി കമൽഹാസൻ ചിത്രീകരണം കഴിഞ്ഞ് വന്ന ശേഷമാണ് പറയുന്നത്. അതിന് മുമ്പേ പറഞ്ഞത് ചിലപ്പോൾ ഇവരൊന്ന് വരണ്ടന്നെ. ഗുണ സിനിമയിൽ കാണിക്കുന്ന 3 തലയോട്ടികൾ കമലിന് അവിടുന്ന് കിട്ടിയതാണ്. ചെറിയ കുരങ്ങുകൾ മുകളിൽ നിന്ന് കേവിലേക്ക് വീണ ശേഷം പുറത്തു വരാൻ പറ്റാതെ അവിടെ കിടന്ന് ചത്തുപോകുന്നതാണ്. അവരുടെ തലയോട്ടികളാണ് കമൽഹാസൻ അവിടുന്ന് കിട്ടിയത്. 1 കിലോമീറ്ററോളം ദൂരം താൽക്കാലികമായി സർക്കാരിൻ്റെ പെർമിഷനോടുകൂടി വഴി വെട്ടി തെളിച്ചിട്ടാണ് ഷൂട്ടിങ്ങിന് വണ്ടിയൊക്കെ ജനറേറ്ററൊക്കെ എത്തിച്ചത്. 1 കിലോമീറ്ററോളം റോഡ് വെട്ടി കാട്ടിനകത്ത്. എന്നിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ പഴയതുപോലെ അത് അടച്ചും കൊടുത്തു. എങ്ങനെയും ചിത്രീകരിച്ച് പുറത്ത് കിടക്കുക, അതായിരുന്നു ഏക ചിന്ത എന്നാണ് ഇപ്പോൾ വേണു പറയുന്നത്. വേണുവിനോട് അഭിമുഖക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ പഴയ ഓർമ്മകൾ ഇരുന്നിട്ട് അയാൾ പറയാണ് എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് കയറിയാൽ മതി പുറത്തേക്ക് തോന്നി എന്നാണ് പറയുന്നത്. ഒരു വടിയും കുത്തിപ്പിടിച്ച് മുന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങളെപ്പറ്റി ചിന്തിക്കാതെ നടന്ന കമൽഹാസൻ്റെ പിന്നാലെ വേണു നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു
ഇതും ഇല്ലാതെ ഒരു വടി കുത്തി കുത്തി മുന്നിൽ കുഴിയുണ്ടോ എന്ന് നോക്കി കരിയില വർഷങ്ങളോളമായ കരിയില കിടക്കില്ല. അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ചതിക്കുഴികളുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ കമൽഹാസൻ മുന്നേ നടന്നു, പുറകെ ഞാനും നടന്നു എന്നാണ് വേണു പറയുന്നത്. കയറാൻ ഒരിക്കലും പറ്റാത്ത ഇടങ്ങളിൽ കയറി നിന്ന്, ഒരിക്കലും കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കമൽഹാസൻ പറ്റിപ്പിടിച്ച് കയറി നിന്നിട്ട് വേണു ഇവിടെ ക്യാമറ വയ്ക്കാമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ വേണു പറയുമായിരുന്നു ഇല്ല അവിടെ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കമൽഹാസനെ നിരാശപ്പെടുത്തുമായിരുന്നു. ജാനേമൻ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് എന്താ പറയുക ചിദംബരം തുടക്കം കുറിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ അല്ല, ജാനേമൻ പോലത്തെ സിനിമകളല്ല എനിക്ക് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത എവിടെയോ വെച്ച് ഗണപതിക്ക് ചിദംബരത്തിന് തോന്നിയിരിക്കാം. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമല്ലോ ഈ മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യാമെന്ന് ആലോചിച്ചത്. ഇപ്പോൾ ഈ വലിയ വിജയത്തിൽ നിൽക്കുമ്പോൾ ചിദംബരത്തെ പറ്റി പറയുന്നത് അടുത്തത് ചെയ്യാൻ പോകുന്നത് കേരള ഉൽപ്പത്തിയെ പറ്റിയാണ് എന്ന് പറയുമ്പോൾ ഈ സംവിധായകൻ മലയാള സിനിമയിൽ ഒരു നോട്ടബിളായ സംവിധായകനായി ഉറപ്പായിട്ടും ഇപ്പോഴേ മാറി. ഇനി ചെയ്യുന്ന സിനിമകളും ആ ജനുസിൽപ്പെട്ടതായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ചിദംബരത്തേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിദംബരത്തേക്കാൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൗതുകം ഉദിച്ചത് എൻ്റെ മനസ്സിൽ ഉദിച്ചത് ഗണപതിയെ പറ്റി ആലോചിച്ചപ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന ബാലകഥാപാത്രങ്ങളായി വിനോദയാത്രയിലും പ്രാഞ്ചിയേട്ടൻ മുതലായ സിനിമകളിലൊക്കെ ഗണപതി അഭിനയിച്ചു. അപ്പം ഞാൻ കരുതിയത് ഇയാളൊരു ടൈപ്പായി പോകുന്ന കരുതിയ. ഇപ്പോൾ വേണമെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയാം. ഞാനിപ്പോൾ ഒരു അച്ഛനെ ധിക്കരിക്കുന്ന ഒരു മകൻ, അച്ഛനുമായിട്ട് പിണങ്ങി ബോംബെ പോവുകയും അതിനുശേഷം ഉണ്ടാകുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുള്ള ഒരു സബ്ജക്റ്റ് ഞാനൊരു സീരിയൽ ചെയ്യാനായി റെഡിയാക്കി എടുത്തപ്പോൾ ഡബിൾ റോളാണ്. ആ പയ്യനായിട്ട് ഗണപതി കറക്റ്റാവുമെന്ന് എനിക്ക് തോന്നി. ഗണപതിയുടെ താടിയും ഗണപതിയുടെ സ്മാർട്ട്നെസ്സും ഗണപതിയുടെ നിറവും എല്ലാം വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഗണപതി നന്നാവാൻ സാധ്യതയുണ്ട് ഈ ഡബിൾ റോൾ ചെയ്യാൻ. ഇനി ആ ഗണപതിയുടെ ആ ഏരിയ കൂടെ പോലും പോകാൻ പറ്റില്ല, കാരണം ഗണപതി അങ്ങ് വളർന്ന് വലുതായില്ലേ. എന്തായാലും അയാൾ എന്താ പറയുക മിടുക്കനാണെന്ന് ഈ സിനിമയിൽ തെളിയിച്ചു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നത് എന്നെ നമ്മളെ അതിശയിപ്പിച്ചെങ്കിലും ജഗദീഷ് കുമാറിനെ പോലെ ഒരാളിൻ്റെ മുന്നിലിരുന്ന് സ്കോർ ചെയ്യുന്ന കണ്ടെങ്കിലും എന്നെ അതിശയിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ഈ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് ഗണപതി മഞ്ഞുമൽ ബോയ്സിന് ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുത്തതിലാണ് എനിക്ക് അയാളോട് ബഹുമാനം തോന്നുന്നത്. ഈ സിനിമയുടെ വിജയത്തിൽ കാസ്റ്റിംഗ് ഡയറക്ടറായ ഗണപതിയുടെ എന്താ പറയുക പങ്ക് വലുതാണ് എന്ന് ഞാൻ പറയും. സുഭാഷിണിയും കൊണ്ട് കുട്ടൻ മേളിലേക്ക് കയറുമ്പോൾ പാറകൾക്കിടയിൽ വടം കുരുങ്ങിയിട്ട് രക്ഷപ്പെടാനാകാതെ നിൽക്കുമ്പോൾ അതുവരെ ഒരുതരം എന്താ പറയുക എക്സെൻട്രിക് സ്വഭാവം പുലർത്തിയിരുന്ന അഭിലാഷ് എന്ന് പറയുന്ന പയ്യൻ കേവിലേക്ക് ചാടാൻ തയ്യാറെടുക്കുകയാണോ എന്നായിരുന്നു എൻ്റെ ടെൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് അതായിരുന്നു ടെൻഷൻ. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് മറന്നുപോയി, ഞാനൊരു സിനിമാക്കാരനാണെന്നുള്ളതൊക്കെ മറന്നുപോയി. അയ്യോ ഈ പയ്യൻ ഇങ്ങനെ താഴേക്ക് വീഴുമോ, അത് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു മകൻ മാത്രം ഉള്ളതുകൊണ്ടായിരിക്കാം. ഞാനിങ്ങനെ ആ ടെൻഷനിലിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അയാൾ ലൂസ് അടിക്കടാ എന്ന് പറയുമ്പോൾ ഇവർ ഈ വടംവലി മത്സരത്തിനൊക്കെ പോയിട്ടുള്ള അതിൻ്റെ ഷോട്ടുകൾ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലൂസ് അടിക്കടാ എന്ന് പറയുമ്പോൾ അവർ തിരിഞ്ഞ് ആ കയറിനെ ഒരു പ്രത്യേക രീതിയിലാക്കുകയും ആ പാറയുടെ ഇടയിലുള്ള ഇരുന്നിടത്തുനിന്ന് പുറത്തേക്ക് വരികയും അതിലൂടെ സൗബിനും ഇയാളും ശ്രീനാഥ് ഭാസി രക്ഷപ്പെടുന്ന ഷോട്ട് കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരനോട് എനിക്ക് വലിയ സന്തോഷം തോന്നി. മിടുക്കനില്ലടാ നീ എന്ന് തോന്നി. അതുവരെ ഇല്ലാത്തൊരു ഇമേജ് ഈ ലൂസ് അടിക്കട എന്നുള്ള ഡയലോഗ് പറയുന്നത് വരെ അഭിലാഷന് കിട്ടുന്നതിൽ ഞാൻ സന്തോഷിച്ചു. സത്യത്തിൽ മടങ്ങി വരുമ്പോൾ എൻ്റെ മോനാണ് എന്നോട് പറഞ്ഞത് അവൻ ആരെന്നറിയോ, സലിംകുമാറിൻ്റെ മകൻ ചന്തുവാണ് എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. LLB ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക മിടുക്കനായിട്ട് വേറൊരു ഡയമെൻഷനിൽ നിൽക്കുമ്പോഴാണ് അയാളെ ഈ വേഷത്തിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ കഥാപാത്രം മികവുറ്റതാക്കാൻ ചന്തുവിന് കഴിഞ്ഞു എന്ന് ഞാൻ പറയും. ഗണപതിയുടെ ഇത്തരം കാസ്റ്റിങ് അഭിനന്ദനീയമാണ് തീർച്ചയായിട്ടും. പോലീസുകാരെയും ഫോറസ്റ്റുകാരെയും ഫയർഫോഴ്സുകാരെയും ഒക്കെ കഥാപാത്രങ്ങളാക്കി നമ്മുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാം പോലീസുകാരാണ്, ഫയർഫോഴ്സുകാരാണ്, വനം വകുപ്പുകാരാണെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഗണപതി നടത്തിയ കാസ്റ്റിങ്ങിന് ഞാൻ 100ക്ക് 100 മാർക്കും നൽകും. അത്രയ്ക്കും മികവ് പുലർത്തി ഗണപതി എന്ന് ഞാൻ പറയും. 130 പേരെ എന്തോ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് ആ തമിഴ് പോലീസുകാരെയും ഫയർഫോഴ്സുകാരെയൊക്കെ തിരഞ്ഞെടുത്തത്. സഹായം ചോദിച്ച് ഞാനത് തുറന്നു പറയുകയാണ്. ഈ സുഭാഷ് ഗോഹിക്കകത്ത് വീണ ശേഷം പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കാൻ പറഞ്ഞപ്പോൾ അതിൽ 4 പേര് ഓടുമല്ലോ, ഈ ഡ്രൈവർ അടക്കം. ഇവർ 4 പേരും കൂടെ ഓടിച്ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇങ്ങനെ കേവിനകത്ത് ഒരാൾ വീണു,
സഹായിക്കണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇവനൊക്കെ ചാന്തിക്ക് 4 കൊടുക്കണമെന്ന് തോന്നി. കാരണം ഈ പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് പോകാമോ എന്ന് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇരുന്ന് മനസ്സ് ചിന്തിച്ച് കഴിയുന്നതിന് മുമ്പേ ആ തമിഴൻ പോലീസ് ഒരു ചൂറിലെടുത്ത് പടാൻ ഒരു 7-8 ആടി ഇവരെ ചന്തിയിലടിക്കുന്ന ഒരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ തിരക്കഥയിൽ ചിദംബരം കാണിച്ചിരിക്കുന്ന സൂക്ഷ്മതയാണ് അതെന്ന് ഞാൻ പറയും. കൃത്യസമയത്ത് ഒരു ഓഡിയൻ എന്നുള്ള നിലയ്ക്ക് ഞാനിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് സഹായം ചോദിക്കുമ്പോൾ ഇവൻ്റെയൊക്കെ ചന്തിക്ക് 4 കൊടുക്കണം, ഇവനൊക്കെ എന്തിനാണ് പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയതെന്ന് ഞാൻ ചിന്തിച്ച് ചെയ്യുന്നതിന് മുമ്പേ പോലീസുകാരൻ ചൂറിലെടുത്ത് അടിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മഞ്ഞുമ്മലിൻ്റെ വിജയത്തിൻ്റെ പ്രധാന ഘടകവും ഇതാണെന്ന് തോന്നുന്നു. കാരണം തിരക്കഥയിൽ എന്താണോ പോസ്റ്റ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചിദംബരം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്താ പറയുക രസം. ആ 11 കൂട്ടുകാരും ഒന്നിനൊന്ന് മെച്ചമായി എന്ന് ഞാൻ പറയും. ഇപ്പോൾ പടം കണ്ടെടുത്തപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, ഫിയോക്ക് എന്ന് പറഞ്ഞ തിയേറ്റർ ഉടമകളുടെ സംഘടന 22-ാം തീയതി മുതൽ സമരം പ്രഖ്യാപിച്ചല്ലോ. 22-ാം തീയതി സമരം പ്രഖ്യാപിച്ചിട്ട് പിറ്റേ ദിവസം പറയാം 23-നെ സമരമുള്ളൂ. എന്തെന്ന് വെച്ചപ്പോൾ 22-ാം തീയതി മഞ്ഞുമ്മൽ ബോയ്സ് വരും, അതുകൊണ്ട് അതും കൂടെ കളിക്കാം, അത് കഴിഞ്ഞ് മലയാള സിനിമയെ നിർത്താമെന്നാണ്. ഇപ്പം കണ്ടില്ലേ, സമരം പൊളിഞ്ഞ് പാളീസായി, ആരും ചർച്ച ചെയ്യുന്ന പോലുമില്ല. വിജയകുമാറിന് പോലും അറിഞ്ഞൂടാ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ വിജയകുമാർ അടക്കമുള്ളവർ പോലും പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ കുറിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഈ പടം തിയേറ്ററിൽ വരുമ്പോഴേക്കും നമുക്ക് തിയേറ്റർ മലയാളിമാർക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, അത്രയും വിജയമാവും ഈ സിനിമ എന്ന് തോന്നിക്കാണണം. എന്തായാലും തിയേറ്റർ മലയാളിമാർക്ക് ലക്ഷങ്ങൾ കിട്ടി. തമിഴ്നാട്ടിൽ ഒരു ചെറിയ സിനിമ, വലിയ താരങ്ങളൊന്നുമില്ലല്ലോ, അങ്ങനെയുള്ളൊരു സിനിമ 15 കോടി കളക്ട് ചെയ്ത് മുന്നേറുന്നു എന്നറിയുമ്പോൾ അതൊരു ചില്ലറ കാര്യമേ അല്ല. ഇനി ആരെങ്കിലുമൊക്കെ പണിയാതിരുന്നാൽ മതി, മലയാള സിനിമയെ ഇങ്ങനെ തമിഴന്മാർ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറയാതിരുന്നാൽ മതി. കാരണം എല്ലാം ഓടുന്നു അവിടെ. ഈ പടം ഓടുന്നു, പ്രേമലുവും നന്നായിട്ട് ഹൈദരാബാദിലും തമിഴ്നാട്ടിലൊക്കെ ഓടുന്നു എന്ന് പറയുന്നു. OTT-യിലേക്ക് എന്തായാലും ഈ പടം വിറ്റുപോയിട്ടില്ല. 20 കോടിയിൽ കുറഞ്ഞൊരു തുകയ്ക്ക് വിൽക്കാനിടയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. നിർമ്മാതാക്കൾ അങ്ങനെ വാശി പിടിക്കുന്നു എന്ന് പറയുന്നു, 20 കോടി കുറഞ്ഞ് കൊടുക്കില്ല എന്ന്. 18 കോടി ബജറ്റ് ഇട്ട സിനിമയായിരുന്നു, 18 കോടി രൂപ ചിലവിടാമെന്ന് തീരുമാനിച്ച സിനിമയായിരുന്നു. പക്ഷേ 23 കോടി രൂപ എന്തോ ചിലവായി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പടം തുടങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ഗോകുലം ഗോപാലനാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം പണ്ട് KT കുഞ്ഞുമോനെ കാണിക്കുമ്പോൾ അല്ലേ ഗോകുലം ഗോപാലൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടവും ഗോകുലത്തിൻ്റെ എംബ്ലവും ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നും ഇവരാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന്. വാസ്തവത്തിൽ ഗോകുലം അല്ല പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് 12 കോടി രൂപ ഗോകുലം ഫൈനാൻസ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. പടം തിയേറ്ററിൽ വന്ന് 30 ദിവസത്തിനുള്ളിൽ 15 കോടി രൂപയായിട്ട് തിരിച്ചു കൊടുക്കണം, 3 കോടി രൂപ ലാഭം. ഒപ്പം പടം തുടങ്ങുമ്പോൾ ഗോകുലത്തിൻ്റെ പ്രസൻസ് വയ്ക്കണം, അതുപോലെ എൻ്റെ മുഖവും വെച്ചുള്ള ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള ഗോകുലം ഫിലിംസിൻ്റെ എംബ്ലമൊക്കെ കാണിക്കണം. അത് ഇനി ഏതിലൊക്കെ എവിടെ ആയാലും അതിലെ പോസ്റ്ററിൽ മുഴുവൻ ഗോകുലം പ്രസൻസ് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഗോകുലമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തോന്നുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അതിൽ യാതൊരു പങ്കുമില്ല. 12 കോടി രൂപ ഫൈനാൻസ് ചെയ്യും, 30 ദിവസം കൊണ്ട് പടം തിയേറ്ററിലെത്തി 30 ദിവസം കൊണ്ട് 15 കോടി രൂപ തിരിച്ചു കൊടുത്തു. അപ്പോൾ 12-ൽ നിന്ന് 15 അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും ഗോകുലം ഗോപാലിനെ പോലെ ഒരാൾ പൊതുവെ താരങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയ്ക്ക് 18 കോടി രൂപ മുടക്കുന്നത് തന്നെ മണ്ടത്തരമല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ അദ്ദേഹം ഈ സിനിമ ഓടാൻ സാധ്യതയുണ്ടെന്ന് സബ്ജക്റ്റ് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും. എന്തൊക്കെ പറഞ്ഞാലും ബുദ്ധിയുള്ള ആളല്ലേ. എന്തായാലും അദ്ദേഹം ആ 12 കോടി രൂപ കൊടുത്ത് സഹായിച്ചുവെങ്കിൽ നല്ലത് എന്ന് ഞാൻ പറയും. അവർക്കും ഒരു നഷ്ടവുമില്ല. കാരണം സൗബിനൊക്കെ ഇപ്പോൾ ഗോകുലം ഗോപാലൻ പ്രസൻസ് അല്ലെങ്കിൽ ഗോകുലം പിക്ചേഴ്സ് പ്രസൻസ് എന്ന് എഴുതി കാണിച്ചുകൊണ്ടൊരു നഷ്ടവും വരാനില്ല. കേരളത്തിൽ മാത്രം 60 കോടി രൂപ ഗ്രോസ് കളക്ഷൻ വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ 20 കോടിയോളം രൂപ ഇപ്പം തന്നെ നിർമ്മാതാവിൻ്റെ കയ്യിലെത്തി കേരളത്തിൽ നിന്ന് മാത്രം എന്ന് പറയും. OTT കച്ചവടം നടന്നിട്ടില്ല, സാറ്റലൈറ്റ് കച്ചവടവും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. താരങ്ങളെപ്പോലും 3 തട്ടായി കാണുന്നവരാണ് ഈ OTT-ക്കാർ. അത് പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ താരങ്ങളുടെ ഒരു നിര, അതിനൊരു റേറ്റ്, 2ാം നിര താരങ്ങളുടെ ഒരു നിര, 3ാം കിട താരങ്ങളുടെ ഒരു നിര, അങ്ങനെ 3 ലെവലിലാണ് OTT-ക്കാർ റേറ്റ് പറയുന്നതെന്ന് പറയുന്നു. പക്ഷേ പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന ഒരു പടവും അവർക്ക് വേണ്ട. പക്ഷേ അവർ ഓർക്കുക, പ്രേമലു ആയാലും ശരി, മഞ്ഞുമൽ ബോയ്സ് ആയാലും ശരി, ഈ പറയുന്ന 3 നിരയിലുള്ളവരും ഇല്ല എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. പ്രേമലുവിനും മഞ്ഞുമൽ ബോയ്സിനും OTT 3 കോടിയോ 4 കോടിയോ എന്തോണ് തുടക്കത്തിൽ റേറ്റ് ഇട്ടതെന്ന് പറയുന്നു. എന്തായാലും അവർ കൊടുത്തിട്ടില്ല. പ്രേമലു ഇവിടെ ബെമ്പർ ഹിറ്റ് ആയതുപോലെ തന്നെ തെലുങ്കിലും ബെമ്പർ ഹിറ്റായി ഓടുന്നു. അപ്പോൾ തെലുങ്കിൻ്റെ OTT
തമിഴിൻ്റെ ഒ ടി ടി, മലയാളത്തിലെ ഒ ടി ടി എല്ലാം കൂടെ ഒ ടി ടിക്കാർ എത്ര രൂപ കൊടുക്കുമെന്ന് അറിയില്ല. എന്തായാലും ഹൈദരാബാദിൽ, തെലുങ്ക് നാട്ടിൽ പ്രേമൽ വലിയ ഹിറ്റായി ഓടുന്നു. മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്നു. 28 ദിവസത്തിനകം കൊടുത്താൽ ഒരു വിലയാണ് ഒ ടി ടി നൽകുന്നത്. അത് 35 ദിവസമായാൽ കുറച്ച് കുറയും, അത് 42 ദിവസമായാൽ പിന്നെയും കുറയും. ഇതുകൊണ്ടാണ് തിയേറ്ററുകാരും വിതരണക്കാരുമായിട്ടുള്ള വഴക്ക് നടക്കുന്നത്. കാരണം 10 ദിവസം ഓടാത്തൊരു പടം 42 ദിവസം 48 ദിവസം വച്ചിരുന്നൊരു കാര്യമുണ്ടോ? അപ്പോൾ 28 ദിവസങ്ങളിൽ കൊടുത്താൽ എന്തെങ്കിലും തുക കിട്ടും. അതുകൊണ്ടാണ് പ്രൊഡ്യൂസർമാർ അവരുമായിട്ട് തർക്കിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒ ടി ടി കച്ചവടക്കാർ തമ്മിൽ ഇപ്പം മത്സരമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മോഹവില കിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അവരെല്ലാം കൂടെ ഒരേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രേ പറയാവൂ, ഇതിനപ്പുറമുള്ള പൈസ നിങ്ങൾ ആരും പറയരുത്, ഞാനും പറയില്ല, നിങ്ങളും പറയരുതെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മഞ്ഞുമലിന് 10 കോടിയെങ്കിലും കിട്ടിയാൽ ഭാഗ്യമെന്നാണ് എൻ്റെ ചില നിർമ്മാതാക്കൾ പറഞ്ഞത്. കാരണം ഒ ടി ടിയിൽ വിലയില്ല, ഇപ്പോൾ സിനിമകൾക്ക് വിലയില്ല. കാരണം അവരെ തുടക്കകാലത്ത് ഒരുപാട് പേര് കബളിപ്പിച്ച് കോടികൾ നഷ്ടത്തിലേക്ക് പോയതുകൊണ്ട് ഇപ്പോൾ ഒ ടി ടിക്കാർ വളരെ സൂക്ഷിച്ചേ പടങ്ങൾ എടുക്കുന്നുള്ളൂ. സിനിമ തിയേറ്ററുകളിൽ തന്നെ കളക്ട് ചെയ്യണമെന്ന സ്ഥിതി വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അത് നല്ലതെന്ന് ഞാൻ പറയും. കാരണം സിനിമ തിയേറ്ററിലാണ് കളിക്കേണ്ടത്, സിനിമ തിയേറ്ററിലാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ സിനിമ കളക്ട് ചെയ്യേണ്ടതും തിയേറ്ററിൽ നിന്ന് തന്നെയാണ്. ഈ ഒ ടി ടി പോലുള്ള സംവിധാനങ്ങൾ ഇല്ലാതാവുന്നതാണ് നല്ലതെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഡിസ്നി പ്ലസ്, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ഇവരെല്ലാം ആണല്ലോ മലയാളത്തിൽ സിനിമ എടുക്കുന്നത്. പക്ഷേ ഇവരെല്ലാം കൈപൊള്ളി എന്നാണ് പറയുന്നത്. ആദ്യകാലത്ത് കയറി മത്സരിച്ച് പൈസ കൊടുത്ത് കോടികൾ കൊടുത്ത് പടമെടുത്തതിൽ കൈപൊള്ളി എന്ന് പറയുന്നു. ഇപ്പോൾ ദിലീപിൻ്റെ തന്നെ ബാന്ദ്ര, ഇപ്പോൾ ഇറങ്ങിയ തങ്കമണി, ഈ 2 പടങ്ങളടക്കം ഏതാണ്ട് 52ഓളം പടങ്ങൾ ഒ ടി ടി വിറ്റുപോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ബാന്ദ്ര ഇറങ്ങിയിട്ടില്ലേ, കാലം എത്ര ആയെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ 52ഓളം സിനിമകൾ ഒ ടി ടിയിൽ കച്ചവടം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താവും സംഭവം എന്ന് അറിയില്ല. എന്നാൽ നേരെ മറിച്ച് 2020, 2021 കാലഘട്ടത്ത്, ആ കോവിഡ് കാലത്ത് ഒ ടി ടിക്ക് നല്ല എമൗണ്ടുകളാണ് മലയാള സിനിമയ്ക്ക് കിട്ടിയത്. ആ കാര്യം തീർന്നു എന്നാണ് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ കൊതിക്കെറിവെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു ചെറുപ്പക്കാരുടെ ഒരു സംഘം ചേർന്നെടുത്ത, അവരൊരു യൂണിറ്റി ആയിട്ട് നിന്നുകൊണ്ട് എടുത്ത മനോഹരമായ ഒരു സിനിമ അത്ഭുതപൂർവമായ വിജയം നേടുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല ചിലർക്കത് കാണുമ്പോൾ. സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. നമ്മുടെ മേഘന എന്ന് പറഞ്ഞ നടിയും ജയമോഹൻ എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റും തിരക്കഥാകൃത്തുമൊക്കെ ആയ ഒരാളുണ്ട്. മലയാളത്തിലും 3 സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. അവർ രണ്ടുപേരും മഞ്ഞുമലിനെതിരെ സംസാരിച്ചു. എന്തുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും മാത്രം ഈ അസുഖം വന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. കമൽഹാസനെ പോലെ ഒരു വലിയ നടൻ, അല്ലെങ്കിൽ തമിഴ് സിനിമയിലെ ഒരുപാട് താരങ്ങൾ, ഉദയനിധി സ്റ്റാലിനടക്കം ഒരുപാട് പേര് ഈ സിനിമയെ പ്രകീർത്തിച്ച് സംസാരിക്കുമ്പോൾ, ഈ മലയാളത്തിലും തമിഴിലും അര തമിഴിനും അര മലയാളിയുമാണ് ഈ ജയമോഹൻ. നമ്മുടെ കേരള ബോർഡറിൽ എവിടെയാണല്ലോ താമസിക്കുന്നത്. അദ്ദേഹം ഈ മേഘന എന്നുള്ള നടി എന്തുകൊണ്ടാണ് വിമർശനവുമായി വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മലയാള പടം മറ്റു ഭാഷകളിൽ നന്നായി ഓടുന്നു, തമിഴർ ആ പടം സ്വീകരിക്കുന്നു, തമിഴ് പടം പോലെ തന്നെ സ്വീകരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ പകുതി തമിഴിനും പകുതി മലയാളിയുമായ ജയമോഹൻ സാറിന് സത്യത്തിൽ അയാൾക്ക് അഭിമാനം തോന്നേണ്ടതാണ്, അല്ലാതെ അയാൾക്കതിൽ സൂഹിക്കാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്തോ അത് സൂഹിച്ചില്ല. അതിൻ്റെ ഒരു ചൊറിച്ചിലാണ് വളരെ സഭ്യമല്ലാത്ത ഭാഷയിൽ ജയമോഹൻ സംസാരിച്ചെന്ന് തോന്നും. ഉലക നായകൻ എന്ന് വിളിക്കുന്ന സാക്ഷാൽ കമൽഹാസൻ ഈ ചിത്രത്തെ മതിപ്പോടെ കാണുന്നത് അറിയുമ്പോഴെങ്കിലും മലയാളിയായ ഈ ജയമോഹൻ മലയാളിയെ മൊത്തം പെറുക്കി എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് ജയമോഹനെ പോലെ ഒരാളുടെ നിന്ന് ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറയും. പെറുക്കികളെന്നാണ് നമ്മളെ പറയുന്നത്. മഞ്ഞുമൽ ബോയ്സിലെ ക്യാരക്ടറുകൾ മുഴുവൻ പെറുക്കികളാണെന്നാണ് അയാൾ പറയുന്നത്. പെറുക്കികൾ എന്ന് പറഞ്ഞാൽ ഈ ആക്കും വേണ്ടാത്ത റോഡിൽ അലഞ്ഞു നടക്കുന്ന അലവലാദികളെന്ന് പറയുന്നതിൻ്റെ ഒരു തമിഴ് ഭാഷയാണ് പെറുക്കി എന്ന് പറയുന്നത്. അദ്ദേഹമാണെങ്കിൽ വിഷ്ണുപുരം, ഇരവ്, റബ്ബർ, പിന്തുടരും നിഴൽക്കുറൽ, കൊറ്റവൈ, നവീന തമിഴ് ഇലക്കിയ അഭിമുഖം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ 100 സിംഹാസനങ്ങൾ, ആന ഡോക്ടർ എന്ന് പറഞ്ഞ മലയാളത്തിലൊരു നോവലൊക്കെ എഴുതിയിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ്. നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഞാൻ കടവുൾ എന്ന് പറഞ്ഞ നല്ല സിനിമയില്ലേ, ഞാൻ കടവുൾ, അങ്ങാടിത്തെരു നല്ല സിനിമ. ഈ അങ്ങാടിത്തെരു എഴുതിയ ആളിന് എങ്ങനെ മഞ്ഞുമൽ ബോയ്സിലെ പിള്ളേരെ പെറുക്കികളെന്ന് വിളിക്കാൻ തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. നീർപ്പറവൈ, കടൽ, കാവ്യത്തലൈവൻ, പാപനാശം, നമ്മുടെ ദൃശ്യത്തിൻ്റെ തമിഴ് പാപനാശം, ഏമാളി, സർക്കാർ എന്ന് പറഞ്ഞ് കുറേ സിനിമകൾക്ക് തിരക്കഥ തമിഴിൽ അദ്ദേഹം എഴുതി. മലയാളത്തിലാണെങ്കിൽ മധുപാൽ സംവിധാനം ചെയ്ത ഒഴിമുറി, കാഞ്ചി, 1/2, നാക്കുപെൻ്റെ നാക്കുട്ടാക്ക എന്ന് പറഞ്ഞ 4 സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. ഈ പെറുക്കുകളുണ്ടാക്കിയ വിപ്ലവത്തിൽ ജയമോഹന്മാർക്ക് അസ്വസ്ഥത ഉണ്ടാകുമെന്നാണ് MA ബേബി പറഞ്ഞത്. ശരിയാ ജയമോഹൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാ.
ഈ മലയാളത്തിലെ പെറുക്കികളുണ്ടാക്കുന്ന സിനിമ ഇങ്ങനെ വമ്പൻ വിജയമാവുമ്പോൾ ജയമോഹന്മാർക്ക് അസ്വസ്ഥതയുണ്ടാകും എന്നാണ് പോളിറ്റ് ബ്യൂറോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എം എ ബേബി പ്രതികരിച്ചത്. പെറുക്കികൾ എന്ന പ്രയോഗം ഇന്ത്യയിൽ മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ നന്നായി ജീവിക്കുന്ന ഒരു ജനതയെ കാണുമ്പോഴുള്ള ക്രിമികിടിയാണ് ജയമോഹനെന്ന് ഞാൻ പറയും. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏത് സൂചിക എടുത്ത് നോക്കിയാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒരുപാട് മേളിൽ നിൽക്കുന്ന കേരളത്തിലെ ചെറുപ്പക്കാരെ പെറുക്കികളെന്ന് ജയമോഹൻ വിളിച്ചത് എനിക്ക് തോന്നുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ അദ്ദേഹം ജീവിക്കുന്ന തമിഴ്നാട്ടിനേക്കാൾ മാന്യമായിട്ട് കേരളത്തിലെ ചെറുപ്പക്കാർ ജീവിക്കുന്നുണ്ടായിരിക്കാം. ആ ക്രിമിയുടെ ഉണ്ടായിരിക്കും അദ്ദേഹം പെറുക്കികളെന്ന് വിളിച്ചതെന്ന് ഞാൻ പറയും. ഈ പെറുക്കികൾ സംഘടിച്ച് സമരം ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും പുരോഗതിയുള്ള സമൂഹത്തെ സൃഷ്ടിച്ച നാടാണ് കേരളമെന്ന് എന്തുകൊണ്ടാണ് ജയമോഹന് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. തമിഴ്നാടും കേരളവുമായിട്ട് അതിർത്തികൾ പങ്കുവച്ചപ്പോൾ ഇപ്പോൾ തമിഴിനായിപ്പോയതുകൊണ്ട് ജന്മം കൊണ്ട് മലയാളിയായ ജയമോഹൻ ഇങ്ങനത്തെ വാക്കുകൾ പറയാൻ പാടില്ല എന്ന് ഞാൻ പറയും. ചുമ്മാ ഒരു ചാമ്പിയിട്ട് പോവാൻ പറ്റില്ല ജയമോഹന എന്നാണ് നിങ്ങളെ ഈ പറഞ്ഞ പെറുക്കുകളെന്നൊക്കെ വിളിച്ച വാക്കുകൾക്ക് വിശദീകരണം തന്നേ പറ്റൂ എന്നാണ് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ചുമ്മാ ഒരു ചാമ്പിയിട്ട് അങ്ങനെ പോണ്ട ജയമോഹൻ വ്യക്തമായി അത് വ്യക്തമാക്കൂ എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. യഥാർത്ഥ കഥയായതുകൊണ്ട് തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് അലോസരപ്പെടുത്തി എന്നാണ് ജയമോഹൻ പറയുന്നത്. നടന്ന സംഭവം ചിത്രീകരിച്ചിരിക്കുന്ന എത്രയോ സിനിമകൾ വന്നു. അപ്പം മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തെ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്താണ് അലോസരപ്പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. കുടിച്ചു കൂത്താടുന്ന പെറുക്കുകൾ എന്നാണ് മലയാളിയെ ഈ അരമലയാളിയായ ജയമോഹൻ അഭിസംബോധന ചെയ്യുന്നത്. കുടിച്ച് കൂത്താടുന്ന പെറുക്കുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. പുറംപോക്കുകളിൽ ജീവിക്കുന്ന കുട്ടനും കൂട്ടുകാരും ഇപ്പോഴും ജീവിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രതിനിധികളാണ് ഒരു കയറിൻ്റെ രണ്ടറ്റത്ത് അവരുടെ ശരീരങ്ങൾ കെട്ടിയെങ്കിൽ സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹനത്തിൻ്റെയും അതിരുകളില്ലാത്ത ആവേശത്തോളം വളരുന്ന ജീവിതങ്ങളാണ് മഞ്ഞുമ്മൽ ബോയ്സിലെ 11 സുഹൃത്തുക്കൾക്കും ഉള്ളതെന്ന് ജയമോഹനെ പോലെ ഒരു എഴുത്തുകാരന് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യുവത്വത്തിൻ്റെ പ്രതീകങ്ങളായ നിങ്ങൾ പറയുന്ന പെറുക്കുകൾ മദ്യപിക്കുകയും പൊട്ടിച്ചിരിക്കുകയും കെട്ടിപ്പിടിക്കുകയും തല്ലുകൂടുകയും നൃത്തം ചവിട്ടുകയും ചെയ്യുന്നത് ജയമോഹനെ ഭ്രാന്ത് പിടിപ്പിച്ചു എന്ന് അയാൾ തന്നെ പറയുന്നു. അദ്ദേഹത്തിന് എന്തോ ആ കൂട്ടുകെട്ട് ഇഷ്ടപ്പെട്ടില്ല. 11 ചെറുപ്പക്കാരുടെ പിരിയാൻ പറ്റാത്ത അത്രയുള്ള ആ ആത്മബന്ധത്തെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും ഹൈപ്പ് എന്തിനാണ് ഈ സിനിമയ്ക്ക് നൽകുന്നത് എന്നാണ് മേഘന എന്ന് പറഞ്ഞ നടി ചോദിക്കുന്നത്. എനിക്ക് ചിത്രം തൃപ്തികരമായി തോന്നിയില്ല എന്നും മേഘന പറയുന്നു. നിങ്ങൾക്ക് തോന്നണ്ട, സിനിമ എന്തെന്നറിയാവുന്ന കമൽഹാസനെ പോലെ ഒരാളിന് തോന്നിയെങ്കിൽ അത് മതിയെന്നേ ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ്. മേഘനമാരുടെ ഒന്നും സർട്ടിഫിക്കറ്റ് മഞ്ഞുമ്മൽ ബോയ്സിനെന്നല്ല മലയാള സിനിമയ്ക്ക് വേണ്ടെന്ന് ഞാൻ പറയും. ലക്ഷക്കണക്കിന് തമിഴരും തെലുങ്കരുമൊക്കെ തൃപ്തികരമായി മഞ്ഞുമ്മൽ ബോയ്സ് കാണുന്നുണ്ട്, അത് മതി. ഗുണ എന്ന സിനിമയ്ക്കും കമൽഹാസനും ഇളയരാജയ്ക്ക് നൽകുന്ന ട്രൈബ്യൂട്ടാണ് ഈ ചിത്രമെന്ന് തീർച്ചയായിട്ടും ആ പടത്തിൻ്റെ തമിഴ്നാട്ടിലെ വിജയം സൂചിപ്പിക്കുന്നു. തമിഴന്മാർക്ക് മനസ്സിലായി ഈ സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഗുണ എന്ന് പറഞ്ഞ സിനിമ എടുത്ത കമൽഹാസനും അതിൻ്റെ എന്താ പറയുക സംഗീത സംവിധാനം നിർവഹിച്ച ഇളയരാജയ്ക്കും ഗുണ എന്ന ചിത്രത്തിനുമുള്ള ട്രൈബ്യൂട്ടാണെന്ന് അവർ വിശ്വസിക്കുന്നുകൊണ്ടാണല്ലോ അവർ മലയാള സിനിമ കാണുന്നത്. അതുകൊണ്ടാണ് 25 കോടിയും കടന്ന് മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഓടുന്നത് എന്ന് ഞാൻ പറയും. രജനീകാന്ത് അതിഥി താരമായി ഇപ്പോൾ ഒരു പടം വന്നല്ലോ അദ്ദേഹത്തിൻ്റെ മകളുടെ ലാൽ സലാം. 18 കോടിയാണ് ലാൽ സലാം ചെന്നൈയിൽ നിന്ന് നേടിയെടുത്തത്. തമിഴ്നാട്ടിൽ നിന്നാണ് 25 കോടി കഴിഞ്ഞ് മഞ്ഞുമ്മൽ ബോയ്സ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതെങ്കിലും ജയൻ മോഹന്മാരും മേഘനമാരും ഓർക്കുന്നത് നന്നാവും എന്ന് ഞാൻ പറയും. വേൾഡ് വൈഡ് റിലീസിൽ 140 കോടി രൂപ കഴിഞ്ഞു എന്ന് പറയുന്നു ഈ സിനിമ. ഓൺലൈൻ ബുക്കിങ്ങിൽ പോലും ബുക്ക് മൈ ഷോയിലൂടെ 25 ലക്ഷം ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയ ആദ്യത്തെ സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. 17 ദിവസം കൊണ്ട് 29 ലക്ഷം ടിക്കറ്റ് വിറ്റുപോയി എന്ന് പറയുന്നു. ജയമോഹന, കൺമണി എന്ന ഗുണയിലെ ആ പാട്ട് സീൻ കണ്ടപ്പോൾ രോമാഞ്ചം വന്നു എന്നാണ് ഗുണയുടെ സംവിധായകൻ സന്താന ഭാരതി ഈ 11 അംഗ ക്രൂവിനോട് പറഞ്ഞത്. ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ നീ ഇറങ്ങും എന്ന ഡയലോഗ് സ്ക്രീനിൽ കേട്ടപ്പോൾ അർത്ഥമറിയാത്ത തമിഴർ കൈയടിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ജയമോഹന പെറുക്കി മലയാളി പിള്ളേരെ തമിഴന്മാർ കെട്ടിപ്പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളത് അംഗീകരിക്കണമെന്നില്ല. ആ കൂട്ടുകാരൻ വീണുപോയ കൂട്ടുകാരനെ എൻ്റെ ജീവൻ കൊടുത്തായാലും ഞാൻ രക്ഷപ്പെടുത്തും, നീ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് 2 സുഹൃത്തുക്കൾ തമ്മിൽ മത്സരിക്കുന്നിടത്ത് തമിഴൻ കൈയടിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സിനിമ വലിയ വിജയമായെന്നാണ്.
കുടിച്ചു കൂത്താടികൾ എന്നാണ് എന്ന് ജീവിത സംഘർഷങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കുടിച്ച് ജീവിതം നശിപ്പിച്ച് 45-ാം വയസ്സിൽ അകാലത്തിൽ മരിച്ച മഹാനടിയെ ആയ സാവിത്രിയെ, ഇപ്പോൾ ഈ കുടിച്ച് കൂത്താടുന്നവന്മാരെന്നാണല്ലോ മലയാളികളെ പറയണേ. ഞാൻ ചോദിക്കുന്നത്, 45-ാമത്തെ വയസ്സിൽ ജീവിതത്തിലുണ്ടായ എന്താ പറയുക സംഘർഷങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, അമിതമായ മദ്യപാനത്തിലൂടെ കോമയിൽ കിടന്നാണല്ലോ, വളരെ ദുരിതം അനുഭവിച്ചിട്ടാണല്ലോ 45-ാമത്തെ വയസ്സിൽ മഹാനടി എന്ന് പേരുകേട്ട സാവിത്രി മരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ജയമോഹൻ അവരെ വിളിക്കുമോ? കുടിച്ചു കൂത്താടിയോളെന്ന് വിളിക്കുമോ? വിവരം അറിയും. കാരണം തമിഴ് ഇടിച്ച് നോക്കും എങ്കിൽ ജയമോഹനെ. ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സ് അല്ലെങ്കിൽ കേരളത്തിലെ യുവത്വം ലഹരിക്കും മദ്യത്തിനുമൊക്കെ അടിമയാണ് എന്ന് പറയുകയാണെങ്കിൽ ജയമോഹൻ ഇതൊക്കെ എടുത്ത് ഒന്ന് ഓർക്കണ്ടേ? ഈ പറയുന്ന സാവിത്രിയെ പറ്റി ഇങ്ങനെ പറയും, മഹാനടി എന്ന് എല്ലാവരും ബഹുമാനത്തോടെ പറയുന്ന സാവിത്രി കുടിച്ചു കൂത്താടി മരിച്ചവളാണ് എന്ന് ജയമോഹൻ പറഞ്ഞാൽ ഉറപ്പാണ് ജയമോഹൻ നിങ്ങളെ വീടന്വേഷിച്ച് വന്ന് തമിഴന്മാർ ഇടിച്ച് നോക്കും. അതുപോലെ തന്നെ നാഗേശ്വർ റാവുവും സരോജാദേവി അഭിനയിച്ച ഒരു സിനിമയുണ്ട് ദേവദാസ്. ഞാനിതുവരെയും പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. കാരണം ഈ കുടിച്ച് കരഞ്ഞും പാടിയും ഉള്ളൊരു സിനിമയായിട്ട് ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഷകളിലും സൂപ്പർ ഹിറ്റായ സിനിമയാണല്ലോ ദേവദാസ്. അഭിനയിച്ച നാഗേശ്വർ റാവുവിനെ അല്ലെങ്കിൽ പ്രേമപരാജയത്തിൽ കുടിയനായ നായകനെ വേണമെങ്കിൽ വേറൊരു പടം പറയാം, പ്രേമാഭിഷേകം. നമ്മൾ ദേവദാസ് മാത്രമായിട്ട് ഇതിന് പറയുന്നത്. ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സിനെ അഭിനന്ദിച്ച കമൽഹാസൻ അഭിനയിച്ച പ്രേമാഭിഷേകം, അതിലും കുടിച്ചു കൂത്താടി നടക്കുന്ന, ജയമോഹൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുടിച്ചു കൂത്താടി നടക്കുന്നവന്മാരാണല്ലോ. ഞാൻ ചോദിക്കട്ടെ ജയമോഹൻ, നിങ്ങൾ ഈ നാഗേശ്വർ റാവുവിനെയും ഈ പറയുന്ന കമൽഹാസനെയും പെറുക്കിയെന്ന് വിളിക്കൂ, വിവരം അറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയമോഹൻ എന്ന അര അണ്ണാച്ചി ഉത്തരം പറയണം എന്നാണ് എനിക്ക്. അര അണ്ണാച്ചി എന്ന് ഞാൻ പറയും, മുഴുവൻ അണ്ണാച്ചി അല്ലല്ലോ. പകുതി മലയാളിയും പകുതി തമിഴുമായിട്ട്, ജനിച്ചത് മലയാളത്തിലും ജീവിക്കുന്നത് തമിഴിലും ആയതുകൊണ്ട് ഞാൻ അര അണ്ണാച്ചി എന്ന് തന്നെ വിളിക്കുന്നു. ഈ അണ്ണാച്ചി അര അണ്ണാച്ചി പറയുമോ? നാഗേശ്വർ റാവുവിനെ പെറുക്കിയെന്ന് വിളിക്കുമോ? കമൽഹാസനെ പെറുക്കിയെന്ന് വിളിക്കുമോ? എന്തിനാണ് വെറുതെ ബാഹുലയം പിള്ളയുടെയും വിശാലാക്ഷി അമ്മയുടെയും അവരെ രണ്ടുപേരെയും എന്തിനാണ് മലയാളിയെ കൊണ്ട് തെറി വിളിക്കുന്നത് എന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ചോദിക്കാൻ. കാരണം അദ്ദേഹത്തിന് ജന്മം നൽകിയ രണ്ടുപേരാണ് ഇവർ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ബാഹുലയം പിള്ളയായാലും ശരി, വിശാലാക്ഷി അമ്മയായാലും ശരി, മലയാളിയെ കൊണ്ട് തെറി വിളിപ്പിക്കാതിരിക്കുന്നതാണ് ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ജയമോഹന് നല്ലത് എന്ന് ഞാൻ പറയും. ഒരു എഴുത്തുകാരനല്ലേ ഈ മഹാൻ. അല്പം കൂടി മനസ്സും തലച്ചോറും വിശാലമായി ചിന്തിക്കാൻ ഇനിയെങ്കിലും ശീലിക്കണമെന്നാണ് ജയമോഹനോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളാണ്. പക്ഷേ ഇത്ര സങ്കുചിതമായി ഇയാൾ വർത്തമാനം പറയുമെന്ന് എനിക്ക് തോന്നിയില്ല. ആലോചിച്ച് നോക്കും, കേരളത്തിൻ്റെ ചെറുപ്പക്കാരെ വിളിക്കുന്നത് പെറുക്കികളെന്നാണ്. കേരളത്തിൽ നിന്നും ടൂർ പോകുന്ന വാഹനങ്ങളുടെ 2 വർഷത്തും ഛർദ്ദിച്ചു വച്ചിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്തിരി ദീർഘദൂരം പോകുമ്പോൾ സിന്ധു ഛർദ്ദിക്കാറുണ്ട്. അത് വെള്ളമടിച്ചിട്ടൊന്നും അല്ലല്ലോ. ഈ കാറിൻ്റെ 2 സൈഡിലൊക്കെ ഛർദ്ദിച്ച് വെച്ചേക്കണം. ഇതിന് ഈ ജയമോഹന് വേറെ പണിയൊന്നുമില്ലേ? നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ പോയി നക്കി ആ ഡോറിൽ മുഴുവൻ നക്കി ക്ലീൻ ചെയ്യാനാണ് ജയമോഹനോട് പറയേണ്ടത്. എൻ്റെ മര്യാദ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തൊരു ബോർ കമൻറ്റുകളാണ് ഇയാൾ പറയുന്നതെന്ന് ആലോചിച്ചു. മദ്യമില്ലാതെ മലയാള സിനിമയ്ക്കിൽ ഒരാളിന് പോലും സംസാരിക്കാൻ പറ്റില്ല എന്നാണ് അയാൾ പറയുന്നത്. എനിക്ക് എന്താ പറയുക, ജയമോഹൻ പോയത് കുടികാര പയ്യന്മാരുടെ അടുത്തായിരിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ. മലയാളി അഭിമാനത്തോടെ പറയുന്ന ഒരു സൂപ്പർ താരം, 40 വർഷമായിട്ട് മലയാള സിനിമയിൽ നെളിഞ്ഞു നിൽക്കുന്ന ഒരു സൂപ്പർ താരമുണ്ട് ജയമോഹൻ. മമ്മൂട്ടി എന്നാണ് അയാളുടെ പേര്. ഏതെങ്കിലും ലഹരി അദ്ദേഹം ഉപയോഗിക്കുന്ന സെറ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ മലയാള സിനിമയിൽ മുഴുവൻ മദ്യപന്മാരാണെന്ന് അടച്ചാക്ഷേപിക്കുമ്പോൾ എനിക്ക് വേദന തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നുവരെ മദ്യം ഇങ്ങനെ തൊട്ടു നോക്കാത്ത ഞാനടക്കമുള്ള സിനിമാക്കാരെ മൊത്തം മദ്യമില്ലാത്ത ഒരു സദസ്സിലേക്ക് പോവാം, മലയാള സിനിമയിൽ മദ്യമില്ലാത്ത ഒരുത്തനും ഇല്ല എന്ന് ജയമോഹൻ പറയുമ്പോൾ അയാളെ തെമ്മാടി എന്ന് വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ സെറ്റിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ അവിടെ ഏത് ലഹരിയാണ് കണ്ടത്? നിങ്ങൾ ദുൽഖറിൻ്റെ സെറ്റിൽ പോയിട്ടുണ്ടോ? അതുപോലെ ഇവിടെ പറയാൻ ഒരുപാട് പേരുണ്ടെന്നേ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മൺമറഞ്ഞു പോയ സംവിധായകൻ സിദ്ദിഖ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാൾ സൂപ്പർ ഹിറ്റായ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും സിനിമ എടുത്ത സിദ്ദിഖിൻ്റെ സെറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിദ്ദിഖ് മദ്യപിച്ചോണ്ടിരിക്കുന്ന, പുകവലിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവിടെ CBI ഡയറക്കുറിപ്പടക്കം ഒരുപാട് സിനിമ എടുത്ത K. മധു എന്ന് പറഞ്ഞ ആൾ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അയാൾ മദ്യപിച്ച് മതോന്മത്തനായി നടക്കുന്നത്? ഒന്നും വേണ്ട, എന്നെ ഒരുപാട് കുഴപ്പത്തിൽ ചാടിച്ച കമൽ എന്ന് പറഞ്ഞ സംവിധായകൻ എപ്പോഴെങ്കിലും മദ്യ ഗ്ലാസ് വരെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജയമോഹന, മലർന്നു കിടന്ന് തുപ്പരുത്, തൻ്റെ മോന്തയിലെ ആ തുപ്പൽ വീഴുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മലയാള സിനിമയെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് പറയാൻ നിങ്ങൾ ആരാ? ഹേ, കുറേ പുസ്തകങ്ങൾ എഴുതി, നല്ല കുറേ തിരക്കഥകൾ എഴുതി എന്ന് പറഞ്ഞാൽ വിവരം വരണമെന്നില്ല.
നിങ്ങൾ കോംപ്ലക്സിൻ്റെ പുസ്തകമാണെന്ന് ഞാൻ പറയും. നിങ്ങൾ കോംപ്ലക്സ് കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് മലയാളത്തിലെ ഒരു വലിയ വിജയം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. മലയാളത്തിൽ 3 പടമോ മറ്റോ ജയമോഹൻ എഴുതി, 4 പടത്തിന് എഴുതി. അതിൽ ഒഴിമുറി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടവും ഇയാളുടെ നല്ല തിരക്കഥയുമാണ്. മധുപാൽ മധ്യ ക്ലാസ്സും വച്ചാണോ ജയമോഹനെ സ്വീകരിച്ചതെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ മധുപാലിനെ വിളിച്ച് ചോദിക്കാം. മധുപാലേ, ഒഴിമുറി എഴുതാൻ വന്നപ്പോൾ ആദ്യം സംസാരിക്കുന്നതിന് മുമ്പ് അടിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞാണോ മധുപാൽ തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. കാരണം മധുപാലിനെ ഞാനൊരു നല്ല കുടിയനായിട്ട് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ച് രാജീവ് അഞ്ചലിൻ്റെ സിനിമയിലൊക്കെ ഒന്നിച്ച് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തവരാണ്. അവിടെയെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ രാജീവ് അഞ്ചൽ, ഞാൻ വർക്ക് ചെയ്ത രാജീവ് അഞ്ചൽ സെറ്റിൽ എന്നല്ല ജീവിതത്തിൽ മദ്യപിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല രാജീവ് അഞ്ചൽ കുടിക്കുന്നത്. പക്ഷേ ഇയാൾ പറയുന്നത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മദ്യമില്ലാതെ കാണാൻ പറ്റില്ല എന്നാണ്. അത് വർത്തമാനം പറയണമെങ്കിൽ മദ്യം വേണമെന്നാണ് ഇയാൾ പറയുന്നത്. മലയാള സിനിമാക്കാർ മദ്യമില്ലാതെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് ഈ പറയുന്ന ജയമോഹൻ കണ്ടിട്ടില്ല. അതാണ് പ്രശ്നം. കാരണം ആ കണ്ണിനെന്തോ സാരമായ തകരാറുണ്ടാവും. വാസനായി കീറൽ മദ്രാസിലൊക്കെ കാണുമല്ലോ, അവിടെ എവിടെയെങ്കിലും പോയി കണ്ണ് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരിക്ക് അടിമകളായ ഒരു കൂട്ടം ചെറുപ്പക്കാരാണെന്നാണ് പറയുന്നത്. ഞാൻ എന്താ പറയുക, കേരളത്തിൽ മദ്യപാനം ഇല്ലാത്തവർ, മയക്കുമരുന്ന് കഴിക്കാത്തവർ ഇല്ല എന്ന് ഞാൻ പറയില്ല. അത് സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലുണ്ട്. രാഷ്ട്രീയത്തിൽ പോലും ഉണ്ടെന്നേ വെള്ളം അടിക്കുന്നവരൊക്കെ. പക്ഷേ മലയാള സിനിമ മുഴുവൻ നിയന്ത്രിക്കുന്നത് ബോധമില്ലാത്തവന്മാരാണെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി എന്താ പറയുക, ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമുണ്ട് എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. ഇദ്ദേഹം പറയുന്നത് കിളി പോയി, ഒഴിവ് ദിവസത്തെ കളി, വെടിവഴിപാട്, ജല്ലിക്കെട്ട് തുടങ്ങി ആസക്തിയുടെയും വ്യഭിചാരത്തെയും ഒക്കെ സാമാന്യവത്കരിക്കുന്ന സിനിമകൾ മലയാള സിനിമയിൽ ഉണ്ടാവുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല മിസ്റ്റർ ജയമോഹൻ, ഞങ്ങളുടെ നാട്ടിൽ അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റായ ഇന്ത്യ മുഴുവൻ ഓടിയ സിനിമ ഉണ്ടായിട്ടുണ്ട്. സത്രത്തിലൊരു രാത്രി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിട്ടുണ്ട്. രതി നിർവേദം എന്ന് പറഞ്ഞ പൊയറ്റിക്കായ ഒരു സിനിമ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എന്താ പറയുക, നിങ്ങൾ അതൊന്നും കാണാത്തതാണ് പ്രശ്നം. അത് ഈ പറയുന്ന ഒഴിവ് ദിവസത്തെ കളിയോ വെടിക്കെട്ടോ ജല്ലിക്കെട്ടോ വരുന്നതിന് മുമ്പാണ് ഈ രതി നിർവേദം പോലുള്ള മനോഹരമായ സിനിമകൾ വന്നിട്ടുള്ളത്. ഈ ഒഴിവ് ദിവസത്തെ കളി പോലെ നിങ്ങൾ ബിരിയാണിയൊക്കെ പറ. ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിച്ച നായിക അഭിനയിച്ച സിനിമയാണ് ഈ പറയുന്ന ബിരിയാണി. എനിക്കൊന്ന് ജയമോഹൻ അത് കണ്ടിട്ടില്ല എന്നാണ്. അതിനെന്താ പ്രശ്നമെന്നാണ് എനിക്ക് പുള്ളിയോട് ചോദിക്കാനുള്ളത്. തമിഴ്നാട്ടിൽ സെക്സ് സിനിമകൾ ഇറങ്ങുന്നില്ലേ? ക്ഷേമം കാക്ഷിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ടെങ്കിൽ ഇത്തരം സംവിധായകർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പറഞ്ഞത്. അതായത് ഈ വെടിവഴിപാട് പോലുള്ള, ജല്ലിക്കെട്ട് പോലുള്ള, ലിജോ ജോസ് പല്ലിശ്ശേരിയെ പോലുള്ളവർക്കെതിരെ പോലീസ് നടപടി എടുക്കണമെന്നാണ് മുഖ്യമന്ത്രി ഉടൻ തന്നെ ഓർഡർ ഇടണമെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇയാൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സെൻസർ ബോർഡ് പ്രദർശന അനുമതി നൽകിയ സിനിമകളാണ് ഈ ഇദ്ദേഹം പറയുന്ന ഈ വെടിവഴിപാടും ജല്ലിക്കെട്ടും ഒക്കെ. അതിൻ്റെ സംവിധായകരെയൊക്കെ പിടിച്ച് അകത്തിടണമെന്നാണ് കേരള സർക്കാരിനോട് ജയമോഹൻ ഉപദേശിക്കുന്നത്. ഭാരതിരാജയുടെ ടിക് 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 എന്ന് പറഞ്ഞ പടം ജയമോഹൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ചുവപ്പ് റോജാക്കൾ എന്ന 2 പടം ഭാരതിരാജയുടെ മനോഹരമായ 2 സിനിമകളാണ്. അതിൽ സെക്സ് ഇല്ലേ? സെക്സിൻ്റെ ഫ്ലേവർ ഇല്ലേ ആ പടങ്ങളിൽ? ക്രൂരതയുടെ ഫ്ലേവർ ഇല്ലേ? മദ്യപാനത്തിൻ്റെ ഫ്ലേവർ ഇല്ലേ? നിങ്ങൾ അങ്ങനെ ഏത് അളവ് ഇത് വെച്ചിട്ടാണ്, കോളിൽ വെച്ചിട്ടാണ് മലയാള സിനിമയെ അളക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ സിൽക്ക് സ്മിത അടക്കം എത്രയോ ഡാൻസർമാരുടെ ഡാൻസ് കൊണ്ട് നഗ്ന മേനി കാണിച്ചല്ലേ തമിഴ് സിനിമ എത്രയോ സിനിമകൾ ഓടിയത്. നിങ്ങളെന്താ അന്നൊന്നും ഇതൊന്നും പറയാത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പെറുക്കികളെ സാമാന്യവത്കരിക്കുന്നു, അവരെ രക്തസാക്ഷികളായും സൗഹൃദത്തിൻ്റെ പതാകവാഹകരായും ചിത്രീകരിക്കുകയാണ് അത്ര കേരളത്തിലെ പെറുക്കികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് മിസ്റ്റർ, അല്ലെങ്കിൽ ഇവിടുത്തെ രക്തസാക്ഷികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ജയമോഹൻ നിങ്ങളിങ്ങനെയൊക്കെ വങ്കത്തരങ്ങൾ പറയുന്നതെന്ന് ഞാൻ പറയും. സിനിമയുടെ അവസാനം അതിലൊരാൾക്ക് അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്, അത് മഞ്ഞുമൽ ബോയ്സിൽ. അയാളെ ജയിലിൽ അയക്കുകയാണ് വേണ്ടത് എന്നാണ് അയാൾ പറയുന്നത്. നിയമത്തിനെക്കുറിച്ച് ഈ LKG കുട്ടികൾക്കുള്ള അറിവ് പോലും ഈ ജയമോഹൻ എന്ന് പറഞ്ഞ തിരുമണ്ടനില്ല എന്ന് ഞാൻ പറയും. ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം ഇയാളെ മണ്ടൻ എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ ഇയാളൊരു എന്താ പറയുക മാനസിക പ്രശ്നമുള്ള ആളെന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ മുഴുവൻ യുവതയെയും അനാവശ്യങ്ങൾ പറയുന്ന ഇയാളെ പിന്നെ എന്താ പറയണ്ടേ? അല്ലെങ്കിൽ അയാൾ കൊണ്ടൊന്ന് കേസ് കൊടുക്കട്ടെ, കോടതിയിൽ ഞാൻ വരാം. മലയാളിക്ക് മലയാളമല്ലാതെ മറ്റ് ഭാഷകൾ ഒന്നും അറിയില്ല എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ച അടുത്ത പോയിന്റ്. മലയാളം മാത്രമേ സംസാരിക്കാൻ അറിയൂ. എൻ്റെ പരാതി എന്ന് പറയുന്നത് മലയാള വാക്കുകൾക്കിടയിൽ അനാവശ്യമായി ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ കയറ്റുന്നു എന്ന ഒരു തോന്നലുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇയാൾ പറയുന്നത് മലയാളിക്ക് മലയാളമല്ലാതെ മറ്റ് ഭാഷകളൊന്നും അറിയില്ല, എല്ലാ ചോദ്യത്തിനും മലയാളത്തിൽ മാത്രമേ ഉത്തരം പറയൂ എന്നാണ് ഇയാൾ പറയുന്നത്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇയാൾ താമസിക്കുന്ന, നമ്മൾ പാഷ്വാലിറ്റി പറയല്ല, ഇയാൾ താമസിക്കുന്ന തമിഴ്നാട്ടിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എന്തെങ്കിലും ഒരു ബോർഡ് എഴുതി വച്ചാൽ ആ ബോർഡ് കീലുകൊണ്ട് മറയ്ക്കുന്ന നാട്ടിൽ ജീവിക്കുന്ന ജയമോഹൻ പറയുകയാണ്, നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും തമിഴ് ബോർഡ് മാച്ചിട്ടുണ്ടോ? നമ്മളെവിടെയെങ്കിലും ഹിന്ദിയുടെ ബോർഡ് മാച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷിലെ ബോർഡ് മാച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഏത് ഭാഷ അവരവർക്ക് ഇഷ്ടമുള്ള വെച്ചോ, അത് വായിക്കാനുള്ള കഴിവ് മലയാളിക്കുണ്ടെന്ന് തെളിയിച്ചവരാണ്. പക്ഷേ ഈ മഹാൻ പറയുന്നത് ഏത് ചോദ്യം ചോദിച്ചാലും നമ്മൾ മലയാളിയെ പറയുള്ളൂ. ഇയാൾ പെറ്റി കിടക്കുന്ന എവിടെയെന്നറിയോ? തമിഴല്ലാതെ വേറെ ഏത് ഭാഷയിലുള്ള ബോർഡ് വെച്ചാലും ആ ബോർഡ് മുഴുവൻ ടാറ് കൊണ്ട് മായ്ക്കുന്ന ഒരു സംസ്ഥാനത്ത് ജീവിച്ചിട്ടാണ് ഈ വങ്കത്തനം ജയമോഹൻ പറയുന്നത്. കൂടുതൽ ആളായാൽ നമുക്ക് ചെയ്യാവുന്ന ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇയാളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് ഇപ്പോൾ മത്സരിക്കുന്ന ശശി തരൂരിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാം. ശശി തരൂർ ചെന്നാൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ജയമോഹന്മാർ പരാജയപ്പെട്ടു. ഊപ്പാട് വരും തരൂർ വന്നൊരു 4 കാച്ചിയാലെന്നാണ് എനിക്ക് ജയമോഹനോട് പറയാനുള്ളത്. മലയാളികൾ 2 തരത്തിലുണ്ടത്രേ. ഒന്ന്, വിദേശത്ത് ചോര വേർപ്പിച്ച് കാശുണ്ടാക്കുന്നവർ, ചോര നീരാക്കി നമ്മൾ പറയില്ല, അയാൾ പറയുന്നത് വേർപ്പിച്ചതാണ്, ചോര നീരാക്കി കാശുണ്ടാക്കുന്ന ഒരു കൂട്ടർ. രണ്ടാമത്തവർ നാട്ടിൽ അവരെ വിറ്റ് ജീവിക്കുന്ന മദ്യപാനികൾ. ജയമോഹൻ, ഗൾഫിലുള്ള എത്ര കുടുംബം കേരളത്തിലുണ്ടാകും? ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എത്ര കുടുംബം ഉണ്ടാവും? ഞങ്ങളിപ്പോൾ ഏതാണ്ട് 4.5 കോടി ജനമുണ്ട് കേരളത്തിൽ. ആ 4.5 കോടിയിൽ എത്ര പേര് ഗൾഫിലുണ്ടാവും? അവരെ കൊണ്ടാണോ മറ്റേ മുഴുവൻ പേരും കഴിയുന്നത്? ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാളും ഗൾഫിലുള്ളവരില്ല എൻ്റെ കുടുംബത്തിൽ. ഇയാളിങ്ങനെ അടച്ചാക്ഷേപിച്ച് ഇങ്ങനെ പറയുകയാണെന്നേ. നാട്ടിൽ ഈ ഗൾഫിൽ നിന്ന് വേർത്തുണ്ടാക്കുന്ന, ചോര നീരാക്കി ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് മദ്യപിച്ച് നടക്കുന്നവരാണെന്ന് രണ്ടാമത്തെ കൂട്ടർ. ജയമോഹനെ സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റെന്തൊക്കെയോ വിളിക്കണമെന്ന് തോന്നുന്നു. നമ്മുടെ സഭ്യത കൊണ്ടും നമ്മുടെ നിയമ സംവിധാനം കൊണ്ടും ഞാനത് വിളിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നേരിക്കണ്ടാണെങ്കിൽ ഞാൻ ചിലപ്പം സംസാരിച്ചു വന്നാൽ ഞാൻ വിളിച്ചെന്ന് പോകും. വിളിച്ചിരിക്കും, ഉറപ്പായിട്ട് വിളിച്ചിരിക്കും. ഒരു ബഹുമാനവും ഇയാൾ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. 7 മണിക്ക് ശേഷം ബീച്ചുകളിൽ പോകരുതെന്ന് സ്ത്രീകളോട് മാത്രമല്ല കേരളത്തിൽ സാധാരണ മനുഷ്യരോടും പോലീസ് പറയാറുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. ഏത് ബീച്ചിലാണ് ജയമോഹൻ നിങ്ങൾ 7 മണിക്ക് ശേഷം വരുമ്പോൾ പോലീസ് പറഞ്ഞത് അയ്യോ ഇവിടെ ഇരിക്കരുതേ, ഇവിടെ നിങ്ങളിപ്പം ബലാത്സംഗം ചെയ്യുമെന്ന് ആരാ പറഞ്ഞ ജയമോഹനോട്? ജയമോഹനെ ബലാത്സംഗം ചെയ്ത ഏതെങ്കിലും ബീച്ചിൻ്റെ ഒരു കഥ പറ. അല്ലെങ്കിൽ ഏത് ബീച്ചിൽ പോയപ്പോഴാണ് പോലീസുകാരൻ പറഞ്ഞത് അയ്യോ ജയമോഹൻ മീശയൊക്കെ വെച്ചിരിക്കുന്ന ആണാണോ? ആണായാലും ഇവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ 7 മണിക്ക് മുമ്പ് ഇവിടെ കാര്യമാക്കണം, സ്ഥലം മോശമാണെന്ന് ഏത് പോലീസുകാരെന്ന് ഇയാൾ പറയണം. എനിക്ക് ആകെ ഒറ്റ കാര്യം പറയുള്ളൂ, ഇപ്പോൾ കൊണ്ടുപോയാൽ ജയമോഹനെ നടത്തി കൊണ്ടുപോകാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനപ്പുറം പറയാതിരിക്കുന്നതാണ് നല്ലത്. എഴുതി ജീവിക്കുന്ന ഒരുത്തൻ ഇത്തരം എംബോക്കിത്തരം പറഞ്ഞാൽ വേറെന്ത് പറയാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മഞ്ഞുമ്മൽ ബോയ്സും ചെന്നെത്തിയത് ഈ ജയമോഹനെ പോലെ നോർമലല്ലാതെ സംസാരിക്കുന്ന ഒരുത്തനെക്കുറിച്ചുമാണ്. എന്തായാലും പരമ ബോറായിപ്പോയി ജയമോഹൻ. നിങ്ങളെ ബഹുമാനത്തോടെ കണ്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അക്ഷരങ്ങളെ സ്നേഹിച്ചിരുന്ന എന്നെപ്പോലെ ഒരാളിനെ കൊണ്ട് ഇങ്ങനെ പറയിക്കാൻ പാടില്ലായിരുന്നു. പരമ ബോറനാണ് തനിക്ക് മലയാളം അറിയാവുമെന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് പുച്ഛ. എന്നാലും പോട്ടെ, മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സൗബിൻ്റെയും ചിദംബരത്തിൻ്റെയും ഗണപതിയുടെയും അല്ലെങ്കിൽ അതിലുള്ള 11 ക്രൂവിലുള്ള 11 ചെറുപ്പക്കാരുടെയും അഹോരാത്രമുള്ള പണിയിലൂടെ നേടിയെടുത്ത മനോഹരമായ ചിത്രം ഞാൻ ഒരു തവണയേ കണ്ടുള്ളൂ, ഇനിയും കാണും. ഒരിക്കൽ കൂടെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ പോയി കാണും. എന്തായാലും സൗബിനായാലും ശരി, ഇങ്ങനൊരു ബാഹുല്യമൊന്നും ഇല്ലാത്തൊരു സിനിമ നിർമ്മിക്കാൻ ചങ്കൂറ്റം കാണിച്ച സൗബിനായാലും ശരി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാബു ഷാഹിർ ആയാലും ശരി, പിന്നെ ഇതിന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിദംബരത്തിനായാലും ശരി, അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായ എൻ്റെ പ്രിയപ്പെട്ട ഗണപതിക്കായാലും ശരി, എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് മഞ്ഞുമ്മൽ ബോയ്സിനേക്കാൾ മേളിൽ നിൽക്കുന്ന സിനിമകൾ നിങ്ങളിൽ നിന്ന് ഇനി വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ജയമോഹന്മാർ പറയുന്നതിനൊന്നും പുല്ല് വില പോലും കൊടുക്കരുത്. കാരണം ഇവനൊക്കെ വിവരദോഷികളാണ്, അല്ലെങ്കിൽ പാഷ്വാലിറ്റി മനസ്സിൽ കൊണ്ട് നടക്കുന്നവന്മാരാണ്, അല്ലെങ്കിൽ ഒരുത്തൻ്റെ വിജയം കണ്ടാൽ സഹിക്കാൻ പറ്റാത്തവന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇവനെയൊക്കെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ട് ഗണപതിയും ചിദംബരവും സൗബിനും ഒക്കെ ഇനിയും വിജയത്തിൻ്റെ പടവുകൾ കയറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.